നമസ്കാരം, സുബൈറോപ്പാണ്. മനാഫ് വിഷയത്തിലാണല്ലോ ഇന്നത്തെ ചർച്ച. കേരളക്കര മുഴുവനും ഈ ചർച്ച ഇങ്ങനെ എന്താണ് പറയാ, വല്ലാത്തൊരു വൈകാരിക വിഷയങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. മനാഫ് ചെയ്ത തെറ്റ് ആർക്കും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ അർജുനന്റെ അളിയൻ വരികയും യൂട്യൂബ് ചാനലിലൂടെ പൈസ സമ്പാദിക്കാൻ വേണ്ടിയാണ് മനാഫ് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ചു വന്നു. ഇന്നേ വരെ സുബൈർ ബാപ്പുവിനോ അല്ലെങ്കിൽ എന്നെ ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും മനാഫിന് ഒരു യൂട്യൂബ് ചാനലുള്ള വിവരം ആർക്കും അറിയില്ലായിരുന്നു. അവര് പറയുമ്പോഴാണ് മനാഫിന് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന വിവരം അറിയുന്നത്. ഞാൻ ഇന്നലെ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ആ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കി. ഞാൻ കയറുമ്പോൾ വെറും 37,000 ആൾക്കാർ ഉള്ളായിരുന്നു അതിനകത്ത്. വെറും 37,000 ആൾക്കാർ. ഇപ്പൊ ചാനല് നോക്കുമ്പോൾ 24 മണിക്കൂർ ആയിട്ടില്ല ഞാൻ യൂട്യൂബ് മനാഫിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഇപ്പൊ 2 ലക്ഷം ആൾക്കാരായി. 10 ലക്ഷം ആൾക്കാര് 10 ദിവസം എന്നാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 5 ദിവസം കൊണ്ട് തന്നെ ഒരു പക്ഷേ 10 ലക്ഷം ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ്, അല്ലെങ്കിൽ ആകാൻ പോകുന്ന ഒരു പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന ഒരു റെക്കോർഡിലേക്ക് ഒരു പക്ഷെ അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് മനാഫിന്റെ യൂട്യൂബ് ചാനൽ ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറെ എന്താ പറയാ, തന്തയും തള്ളയും ഇല്ലാത്ത അല്ലെങ്കിൽ വിവരം എന്താണെന്ന് അറിയാത്ത ഞങ്ങൾ മലയാളികളാണ്, ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന കുറച്ചെണ്ണുണ്ട് നമ്മുടെ കേരളക്കരയിൽ. സത്യത്തില് ഈ മനാഫ് നിങ്ങളോട് ആരോടെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ? മനാഫിന്റെ ലോറി ഡ്രൈവർ എന്ന നിലക്ക് നമ്മളെല്ലാവർക്കും, ഇപ്പൊ എനിക്കും 10-15 ജോലിക്കാരുണ്ടായിരുന്നു. എന്റെ ജോലിക്കാരന് ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ ജോലിക്കാരനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഒരു ജോലിക്കാരൻ എന്ത് സംഭവിക്കുകയാണെങ്കിലും ഒരു കമ്പനിയിൽ നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മളതൊക്കെ സാമാന്യമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയുള്ളൂ. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ആ കമ്പനിയിലെ ആൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ കമ്പനി ഉടമ ഏറ്റെടുക്കാറുണ്ട്. ഇത് കേരളക്കരയിൽ നിന്നല്ല, ലോകത്തെ എല്ലായിടത്തുള്ള നടപ്പാണ്, അല്ലെ, നാട്ടു നടപ്പാണത്. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തത്തിലൂടെ എന്റെ ഒരു ജോലിക്കാരൻ അപകടത്തിൽപ്പെട്ട സ്ഥിതിക്ക് ആ ജോലിക്കാരന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് ആ ജോലിക്കാരനെ അവന്റെ ജീവനോടെ ആണെങ്കിലും അതല്ല അവന്റെ ഭൗതിക ശരീരം ഡെഡ് ബോഡി ആണെങ്കിലും അങ്ങനെയായാലും ഞാൻ ഇത് എടുക്കും എന്ന് പറഞ്ഞ് അതിനൊപ്പം നിന്നതാണോ തെറ്റ്? ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങൾ, ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ അർജുൻ ശിരൂരില് മരണപ്പെട്ടതിന്റെ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിലൂടെ പുഴയിലേക്ക് ലോറിയടക്കം പോയതിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായത്, അല്ലെ? വയനാട് ദുരന്തത്തില് ഏകദേശം 500-600 ആൾക്കാർ മരണപ്പെട്ടു. 1-2 അല്ല. ഇവിടെ നമുക്ക് ഒരു അർജുൻ പറഞ്ഞത് ഒരു വ്യക്തി, ഒരൊറ്റ വ്യക്തിയാണെങ്കിൽ വയനാട് നമ്മളെ കണ്ണീരലിപ്പിച്ച് ഏകദേശം ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി, ഇല്ലേ? ഒരു ഗ്രാമം തന്നെ നമുക്ക് ഇല്ലാതാവുകയാണ് ഉണ്ടായത്. അവിടെ ഏകദേശം 600ഓളം ആൾക്കാർ, അത് പല ഭാഷക്കാരും പല ടൂറിസ്റ്റുകളും ഉൾപ്പെടെ 600-ലേറെ ആൾക്കാർ മരണപ്പെട്ടു, അല്ലെ? ഈ 600-ലേറെ ആൾക്കാർ മരണപ്പെട്ടപ്പോ ഈ അർജുന്റെ ന്യൂസ്, അർജുനെ കുറിച്ചുള്ള ഒരു വാർത്ത ചാനലിൽ നിന്നില്ലാതെയായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലത്. ആ ചാനലിൽ നിന്നില്ലാതെ ആവുമ്പോ വയനാട്ടിലായിരുന്നു അതുവരെ നമ്മുടെ ചാനലുകാരൊക്കെ കംപ്ലീറ്റ് ശ്രദ്ധ. ഞാനൊക്കെ തന്നെ ചർച്ച ചെയ്തു, ഈ വാർത്ത വന്നതോടുകൂടി അർജുന്റെ വാർത്ത ഇല്ലാതായല്ലോ, അർജുന്റെ കഥകൾ പറ്റ നിർത്തിപ്പോയോ എന്ന് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നു, അല്ലെ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. കാരണം മനാഫിന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. സ്വാഭാവികമായിട്ടും ആരായാലും ചിന്തിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, ഒരു തർക്കവുമില്ല. മുമ്പൊക്കെ നമ്മളെല്ലാ പരസ്യങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ മറ്റു ന്യൂസ് ചാനലിലൂടെ ഇടുമ്പോൾ ഇന്നിപ്പോ ഞാനടക്കമുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളൊക്കെ പരസ്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൂടെയാണ്. ഇപ്പൊ ഞാനടക്കം ബിസിനസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൂടെയാണ്. ഇപ്പൊ ഞാനും ഇതുപോലെ പരസ്യം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
ഈ കാണുന്ന കാർ ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാർ പോലും സോഷ്യൽ മീഡിയ കൂടെ പരസ്യം ചെയ്ത് അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത് അതിൽ നിന്നുണ്ടാക്കിയ കാശ് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാറിൽ ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങളോട്. അപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അർജുന് കണ്ടെത്തി. ആർക്കും അറിയില്ല, അർജുന് വേണ്ടി മനാഫ് കണ്ടെത്തി. ആർക്കും അറിയില്ല മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ വിവരം. ഇത്ര ദിവസമായി, ഇപ്പൊ ഈ ഒരു 72 ദിവസം കഴിഞ്ഞ് പിന്നെ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു അർജുന്റെ സഹോദരിയും അളിയനൊക്കെ കൂടിയിട്ട് പറയുന്നത് എന്ത്, മനാഫ് യൂട്യൂബ് ചാനലിലൂടെ വരുമാനം ഉണ്ടാക്കാന് എന്റെ ബ്രദറിനെയും അല്ലെങ്കിൽ എന്റെ അളിയനെയും ഉപയോഗിക്കാണ്, ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്നാണ് അവൻ ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം കണ്ടെത്തുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അത് ഏതാണ് ആ യൂട്യൂബ് ചാനൽ എന്ന് ചോദിച്ചു പത്രക്കാർ ചോദിക്കുമ്പോൾ അവരെന്നെ പറയുന്നു ലോറി ഡ്രൈവർ മനാഫ്, അല്ലെ, ആ ഒരു ലോറി ഉടമ മനാഫ്, ആ യൂട്യൂബ് ചാനൽ കാണപ്പെടുന്നത്. അങ്ങനെ ആ യൂട്യൂബ് ചാനല് ഞാനടക്കം സബ്സ്ക്രൈബ് ചെയ്തു. അത് ഞാൻ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 37,000. ഇന്നിപ്പോ നിങ്ങള് ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ കണക്ക്. അത് നിങ്ങൾ നോക്കിക്കോ, നാളെ നേരം പുലരുമ്പോഴേക്കും 3 ലക്ഷം 3.5 ലക്ഷവും. ഓരോ മിനിറ്റിലും ഓരോ ആള് എന്ന വിധത്തിലാണ് കൂടി വരുന്നത്, അതിലേറെ അല്ലാതെ കുറയുന്നില്ല. അത്രയും ആൾക്കാരെ എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അർജുന്റെ അളിയനും പെങ്ങൾക്കും കിട്ടുന്ന ചിറിക്കൾ അടി എന്ന് അതിന് പറയാൻ. ഇതാണ് ചിരിക്ക് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളെ മുഖത്ത് വന്ന് ഈ ഒരു കള്ളപ്രചാരണത്തിന് നിങ്ങളെ മുഖത്ത് വന്ന് ഞങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നില്ല. ആ അടിയാണ് ഞങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും. മനസ്സിലായിക്കോ, ഇത് മനാഫിനുള്ള ഒരു അംഗീകാരവും നിങ്ങൾക്കുള്ള ഒരു ചെരുപ്പ് കൊണ്ടുള്ള അടിയുമാണ്. മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ. ഇങ്ങനെ ആരെയും ദ്രോഹിക്കരുത്. ഇത് ഇന്നൊന്നിലും ഇറങ്ങിയല്ല കേരളക്കാരാ. നിങ്ങൾക്കറിയോ നമ്മുടെ ഫിറോസ് കുന്നുംപറമ്പില് ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഫേസ്ബുക്ക് രംഗത്ത് ഒരു ചാരിറ്റി മേഖലക്ക് വിപ്ലവകരമായ തുടക്കം കുറിച്ചൊരു മനുഷ്യനാ. ഇന്ന് എവിടെ പോയി ഫിറോസ്? ഇതുപോലെ നിങ്ങൾ കുപ്രചരണവും ഇല്ലാതെയാക്കിയിട്ട് ഫിറോസ് കുന്നുംപറമ്പിൽ ഒരു വ്യക്തിനെ പറ്റയില്ലാതാക്കി. ആർക്കാ നഷ്ടം? പാവപ്പെട്ട ഒരുപാട് രോഗികൾക്ക്, പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് നഷ്ടമായി, അല്ലേ? അതുപോലെ തന്നെ ഈ മനാഫ് നിങ്ങൾ ആരെയും ഔദാര്യത്തിൽ വന്ന ആളല്ല. നിങ്ങളിൽ നിന്ന് 1 രൂപ വാങ്ങിയിട്ടുമില്ല. അങ്ങനെ വാങ്ങിയിട്ടുണ്ടോ? ആരിൽ നിന്നെങ്കിലും മനാഫ് 1 രൂപ വാങ്ങിയിട്ടുണ്ടോ? ഒരാളിൽ നിന്ന് പോലും 1 രൂപ വാങ്ങാതെ ആ അർജുനെ എല്ലാവരും പത്രമാധ്യമങ്ങളും എല്ലാവരും ഇട്ടേച്ചു പോയി. ആ സമയത്തും ആ മനുഷ്യൻ ഒറ്റയാൾ പോരാട്ടം നടത്തി. അതിന് അദ്ദേഹത്തിന് ആശ്രയിക്കാൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ആ ഒരു യൂട്യൂബ് ചാനല്. കാരണം അദ്ദേഹത്തിനോട് 100 ആൾക്കാർ വിളിക്കുക. അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. ഓരോ ദിവസം ഓരോ കോളുകൾ വരുതാ. എന്റെ അടുത്ത് ഇപ്പം സംസാരിക്കുന്ന ഒരു ഫോണും ഈ ഒരു ഫോണും, അങ്ങനെ എല്ലാവരും എടുത്തും നമ്മൾ ബിസിനസ്സുകാരെടുത്ത് എല്ലാവരും 2 ഫോൺ ഉണ്ടാവും. അത് എന്തിനാണ്? നമുക്ക് പ്രൈവസിക്ക് വേണ്ടി. നമുക്ക് ചില സമയങ്ങൾ അത്രയും കോളുകൾ വരും, നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് അർജുന്റെ വിഷയത്തിൽ ഇന്ന് കേരളക്കര മൊത്തത്തില് പ്രാർത്ഥനയോടെ കണ്ട ഒരു കുടുംബം. എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ഹൈന്ദവന് വേണ്ടി ഒരു പള്ളിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഓർമ്മയിൽ എന്റെ അറിവിൽ എന്റെ ഇത്രയും ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ച കാലഘട്ടത്തിൽ അത് അർജുന് വേണ്ടിയാണ്. ഓരോ മുസ്ലിം ദേവാലയങ്ങളിലും ഓരോ ക്രൈസ്തവ ദേവാലയങ്ങളിലും അതുപോലെ ക്ഷേത്രങ്ങളിലും ഒരുപോലെ ജാതി മതം നോക്കാതെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് അർജുന് വേണ്ടിയിട്ടാണ് മക്കളെ. നിങ്ങൾക്കറിയോ? അപ്പൊ അർജുന് കേരളത്തിന്റെ പൊന്നോമനെ തന്നെയായിരുന്നു. അതാക്കിയത് സോഷ്യൽ മീഡിയയും അതുപോലെ നമ്മുടെ ചാനൽ ഉടമകൾ തന്നെയാണ്. ആ ചാനലുകാര് നമ്മുടെ വയനാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ 600 ആൾക്കാർ മരണപ്പെട്ടപ്പോൾ ചാനൽ ഫുള്ള് അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോഴും അവന് വേണ്ടി അവിടുന്ന് വിട്ടുപോവാതെ അവന് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച് തെരച്ചിൽ നടത്തി അവനെ പുറം ലോകത്ത് അവന്റെ ഭൗതിക ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, ബാക്കി വരുന്ന അവശിഷ്ടങ്ങള് അവന്റെ വീട്ടുകാരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ മനുഷ്യന്റെയും അതോടൊപ്പം ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെയും മിടുക്ക് തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ മനാഫിനെ കുറ്റം പറയുന്ന കുറെ നാറികളുണ്ടല്ലോ, യൂട്യൂബിലെ യൂട്യൂബർമാര്, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഏത് കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ യൂട്യൂബർമാര്. നിങ്ങളോട് ഞാൻ പറയാ, ഒരു 200 ആൾക്കാരെ മേലുണ്ട് വയനാട്. ഇതുപോലെ നിങ്ങൾക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ പോയി തെരഞ്ഞെടുക്കടാ. അന്തസ് ഉണ്ടെങ്കിൽ അവിടെയുണ്ട് ഇതുപോലെ മനുഷ്യര്. മണ്ണിന്റെ അടിയിലായിട്ടും കയ്യും കാലും അതുപോലെ വിലപിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്താ നിങ്ങൾക്ക് അവിടെ പോയി ഇതുപോലെ തെരഞ്ഞെടുക്കാൻ പറ്റാത്തത്?
100-200 ആൾക്കാരുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. നിങ്ങൾ അത്രയും മനാഫ് അർജുന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാ നിങ്ങൾ പോയി വയനാട് പോയി ചെയ്യ്. അത് അർജുന് വേണ്ടി ആ മനാഫ് ചെയ്ത ആ ത്യാഗം നിങ്ങൾ എന്താ അറിയോ, അവന് നിങ്ങൾ പൂവിട്ടൊന്നും പൂജിക്കണ്ട, എന്നാൽ കല്ലുമ്മ തുപ്പി എറിയാതിരുന്നാൽ മതി. സങ്കടമുണ്ട്. ഒരു മനുഷ്യനൊരു നന്മ ചെയ്യുമ്പോൾ അതിന് ആവശ്യമില്ലാതെ കുത്തുന്നതിൽ വളരെ സങ്കടമുണ്ട്. സുബീർ ബാപ്പു വേണ്ട എഴുതിയിരിക്കായിരുന്നു. ഓരോ നാറികള് രാഷ്ട്രീയം നോക്കിയിട്ട് പറയാ. ഇപ്പൊ അർജുന് ആ സമയത്ത് ഒരു പക്ഷെ അർജുന് വേണ്ടി അർജുന്റെ അളിയൻ സംസാരിക്കുന്നത് മനാഫിന് നല്ല പേരും പ്രശസ്തിയും വന്നു. അർജുന്റെ അളിയൻ ചിന്തിക്കുക, നമ്മളും ഇപ്പൊ ഇതിലൊക്കെ ഇറങ്ങിയിരുന്നല്ലോ, നമ്മളെ കുറിച്ച് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഈഗോ, അതിന്റെ പിന്നിൽ വന്നതാണ് ഈ വിഷയം. നിങ്ങൾ അത് മനസ്സിലാക്കിയാലും മതി. ആർക്കാരും ഉണ്ടാവും അത്, അല്ലേ? ഇപ്പൊ പേരും പ്രശസ്തിയൊക്കെ മനാഫ് കൊണ്ടുപോയി. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മനാഫിനെ കുറിച്ച് വാഴ്ത്താണ്. ഇതിപ്പോ എനിക്കൊന്നുമില്ല, എന്റെ പെങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളാരും ചാനലുകാരൊന്നും മൈൻഡ് ചെയ്യണില്ല, അല്ലെങ്കിൽ അർജുന്റെ അനിയനെ ആരും അറിയുന്നില്ല, അവനെ പറ്റി ആരൊന്നും പറയുന്നില്ല. ഇതാണ് ഇവരുടെ വിഷയം. ഇവർക്ക് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് നെഗറ്റീവ് അടിച്ചു വിട്ടു. ഇനി ഒന്നും ചെയ്തില്ല, മനാഫ് ഒന്നും ചെയ്തില്ല നോട്ടിക്കോ. മനാഫ് ആ ലോറി അവിടുന്ന് ലോറി ഇങ്ങനെ പൊക്കുന്ന സമയത്ത് അതിലുണ്ട്, അർജുൻ അതിനകത്തുണ്ട്, അവൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അർജുന്റെ അളിയനോടെ എനിക്ക് ചോദിക്കാനുള്ളത്, നീ എന്തുകൊണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല? നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ നിന്റെ അളിയന്റെ, അതായത് നമ്മുടെ കേരളത്തിന്റെ അർജുന്റെ ഭൗതിക ശരീരം എടുക്കുന്ന സമയത്ത് നീയോ നിന്റെ പെങ്ങളോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ട അർജുന്റെ അളിയനോ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചാനലുകാർ എത്തുമായിരുന്നല്ലോ. എവിടെ പോയിരുന്നു നിങ്ങൾ? ഉറങ്ങായിരുന്നു. പക്ഷേ അവിടെയാണ് അളിയനായ നീയും ലോറി ഉടമയായ മനാഫും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാക്കിക്കോ. കുറച്ച് ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ ആർക്കും അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആവശ്യമില്ലാതെ ഒരു മനുഷ്യനെ കണക്കില്ലാതെ ദ്രോഹിക്കേ. എന്നിട്ടിപ്പോ അർജുന്റെ അളിയനെ എല്ലാവരും സംഘികളാക്കിയിട്ടുണ്ട്. അതെന്ത് പറഞ്ഞാലും കേരളത്തിൽ ഇതാണ് വിഷയം. ഒന്നില്ലെങ്കിൽ മതത്തിന് കൊണ്ട് മതം പറഞ്ഞിട്ട് വേർതിരിപ്പിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞിട്ട് രണ്ട് ചേരിയിലാക്കും. ഇത് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപാണ്. അർജുന്റെ അളിയന് മനാഫിനെ പറഞ്ഞോടുകൂടി അർജുന്റെ അളിയന് സംഖ്യയായി. ഇതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സുബൈർ ബാബു ഭാരതീയ ജനതാ പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ചെറ്റത്തരം കണ്ടു കഴിഞ്ഞാൽ ഏത് BJP-കാരനെയും ഏത് കോൺഗ്രസ്സുകാരനെയും ലീഗുകാരനെയും നല്ലോണം പങ്കാളിടുന്ന ആളാണ്. നമ്മുടെ രാഷ്ട്രീയം വേറെ, മനുഷ്യത്വം വേറെ. മനുഷ്യനെ മനുഷ്യനായി കാണാം, അവിടെ രാഷ്ട്രീയം ഇല്ല. അത് കേരളത്തിൽ ഇല്ല എന്നുള്ളത് പല ഘട്ടങ്ങളിൽ നമ്മൾ തെളിയിച്ചതാ, അല്ലെ? കേരളത്തില് രാഷ്ട്രീയവും മതവും അത് അതിന്റെ വൈക്ക് പോട്ടെ എന്ന് നമ്മൾ പല ഘട്ടങ്ങളിലും, പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ നമ്മൾ തെളിയിച്ചതാണ്. എന്നാൽ ചില രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ ചില വിമർശന വീഡിയോ മാത്രം ഉണ്ടാക്കുന്ന ചില നാറികള് പലതും പറയും. അതിൽപ്പെട്ട ഒരു നാറി, എന്താണ് ഇവിടെ ഫേമസ് ആക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ. ലസിത പാലക്കല്, ഇതൊന്നുമല്ല, കുറെ ഉണ്ട്. അവിടെ തന്നെ നിലയുറപ്പിച്ചു. അങ്ങനെ 2 ദിവസങ്ങളിൽ കഴിഞ്ഞ സമയത്ത് ആദ്യം പറഞ്ഞു ലോറി മണ്ണിനടിയിൽ തന്നെയാണ് എന്നുള്ളത്, പിന്നെ പറഞ്ഞു വെള്ളത്തിലേക്ക് വീണു എന്നുള്ളത്. പിന്നെ 2-3 ദിവസങ്ങൾ അങ്ങനെ അങ്ങ് കഴിഞ്ഞ സമയത്ത് ഇവിടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നതാണ്. ഇവിടൊക്കെ എന്താ പറയുക, വിസർജിച്ച് കഴിക്കുന്ന ടീമിൽപ്പെട്ടതാണ്. അതാണ് ലസിത പാലക്കല് നിനക്കൊക്കെ ഏറ്റവും നല്ലത്. വിസർജിക്കുക, അത് കഴിക്കുക. അതായത് ഗൾഫിലൊക്കെ ഉണ്ടല്ലോ, ഗൾഫിൽ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ലേ, ഗൾഫില് ഈ മാലിന്യങ്ങളെ, അതായത് ബാത്റൂം വേസ്റ്റ് ഒന്നും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടോ. ഗൾഫിൽ പറഞ്ഞാല് ഭൂമിന്റെ അടിക്ക് വെള്ളം താന്നു പോവില്ല. ബാത്റൂം വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകും, എന്നിട്ട് അത് ശുദ്ധീകരിച്ച് വീണ്ടും എന്ത് ചെയ്യും? ആ വെള്ളം ഉപയോഗിക്കും, കുടിക്കാനല്ല കുളിക്കാനൊക്കെ. അതുപോലെ നീ ഈ ബാത്റൂം വേസ്റ്റ് കൊണ്ടുപോയിട്ട് നിന്റെ വീട്ടിൽ വെച്ചിട്ട് അത് നീ ശുദ്ധീകരിക്കാതെ കഴിക്കുന്നതാണ് ലസിത പാലക്കലിന് നല്ലത്. നിന്നെ പോലെയുള്ള നാറികളായ യൂട്യൂബർമാരാണ് ഇവിടെ BJPക്ക് വരെ ചീത്ത പേരുണ്ടാക്കുന്നത്.
BJPക്ക് ഇതുപോലുള്ള ആൾക്കാരൊക്കെ BJPക്കാരെ എടുത്ത് വലിച്ചെറിയണം. ഇവര് ഞങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞ് ദൂരെ തൂക്കിയിടണം. എന്തിനാ ഇവരൊക്കെ BJPന്റെ ലേബിൾ അല്ലെങ്കിൽ BJPന്റെ ഐഡന്റിറ്റിയിൽ നിന്ന് കളിക്കണ്? ഇവരൊക്കെ മനുഷ്യനെ വെറുപ്പിക്കാനായിട്ടുള്ള ജന്മങ്ങളാ അല്ലേ? മനുഷ്യനെ വെറുപ്പിക്കലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നത്, ഒരു മതവും പറയുന്നത്. മനുഷ്യനെ വെറുപ്പിക്കാൻ പറയുന്നില്ല. മനുഷ്യനെ നീ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു മതമായാലും എല്ലാം പറയുന്നത്. ഏത് മതമാണോ ഒരു മനുഷ്യനെ കൊല്ലണമെന്ന് പറയുന്നത്? നന്മ ചെയ്യാനും സഹായിക്കാനും സഹകരിച്ച് ജീവിക്കാനും തന്നെ പറയുന്നത്. നീ നിന്റെ അയൽവാസിയെ സഹായിക്ക്. ഇസ്ലാം മതത്തിൽ എന്താ പറയുന്നത്? നിന്റെ 40 വീട് ചുറ്റളവില്, 40 വീട് പറയുമ്പോൾ 4, 16, 160 വീട്, നിന്റെ പരിസരങ്ങൾ മൊത്തം നിന്റെ അയൽവാസികളാ. ആ അയൽവാസിയിൽ ഏതെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ അത് നീ അറിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്ത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മതമാണ് മുസ്ലിം മതം. അതുപോലെ തന്നെയാണ് ഓരോ മതങ്ങളും. പലിശക്ക് കൊടുക്കരുത്, വട്ടി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന മതങ്ങൾ തന്നെയാണ് എല്ലാം. നീ ഭഗവത്ഗീത എടുത്ത് വായിക്ക്. അതിലെവിടെ മനുഷ്യനെ കൊല്ലാൻ പറയുന്നത്? അതിലെവിടെ ശത്രുത പറയുന്നത്? ബൈബിളിൽ എവിടെയുള്ളത്? ഒന്ന് കാണിച്ചു തരും നിങ്ങള്. മനുഷ്യനെ സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനത്തെ മനുഷ്യര് ഈ ഭൂമി ലോകത്തുള്ളിടത്തോളം കാലം ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ലസിത പാലക്കൽ മാത്രമാണോ? ഇവിടെ പൂക്കോടും പാടത്ത് എന്റെ വീടിന്റെ അടുത്താണ് ഇവന്. അവന് നാറി എന്ന് പറഞ്ഞ മഹാനാര ബൈജു അവനെന്താ പറഞ്ഞ മനാഫ് കൊള്ള സംഘത്തിന്റെ ആളാണ്, സ്വർണ്ണക്കടത്തുകാരനാണ്, മറ്റത് എന്തൊക്കെയോ ഇവൻ പുലമ്പിരുന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൊ അവന്റെ യൂട്യൂബ് ചാനൽ അത് കാണുന്നില്ല. അവനും ഒരു സംഖ്യയാണെന്നാ പറയുന്നത്. ഇവരൊന്നും ഈ സംഘപരിവാറുമായിട്ട് യാതൊരു കുലബന്ധം പോലും ഇല്ല. ഇവര് വീഡിയോ ആ രീതിയിൽ പോകുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. ഈ ലസിത പാലക്കല് സുരേഷ് ഗോപിന്റെ കൂടെ പോയിട്ടുണ്ട്. ഈ സുരേഷ് ഗോപിന്റെ കൂടെ ഞാനും പോയിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും ഒരാളെയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുബീർ ബാപ്പ ആരെങ്കിലും ആവശ്യമില്ല ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ല ചീത്ത പറയുന്നത്? ഈ മനാഫിന്റെ വിഷയത്തിൽ ഞാൻ ഇന്ന് എത്രത്തോളം പറയും, സങ്കടം കൊണ്ട് പറയാണ്. ഒരു മനുഷ്യന് ഇത്രത്തോളം സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും മരിച്ചാൽ കരയാത്ത കാലമാണിന്ന്. സ്വന്തം ഫാദർ മരിച്ചു കിടക്കെ, സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചു കിടക്കെ, ആ സമയത്ത് പോലും അനിയന്റെയും ജ്യേഷ്ഠന്റെയും പെങ്ങളുടെയും കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വരാത്ത കാലഘട്ടത്തിലാണ് സ്വന്തം ഡ്രൈവർ അല്ലെങ്കിൽ സ്വന്തം സഹോദരനാണ് എന്ന് പറഞ്ഞ്, അത് എന്റെ അനിയനാണ് എന്ന് പറഞ്ഞ് വിതുമ്പ് കരയുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടത്. അവൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ കരച്ചിൽ തന്നെ ഏറ്റവും നമുക്ക് ആ മനുഷ്യന്റെ മനുഷ്യത്വത്തിന്റെ അടയാളമായിട്ട് കണ്ടുകൂടെ സഹോദരങ്ങളെ? എന്നിട്ട് വെറുതെ ക്രൂശിക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ് അർജുന്റെ അളിയന് ഈ പത്രലേഖകരോട് അങ്ങനെ സംസാരിച്ചത്? നിങ്ങൾ ബാഡായിട്ട് നിങ്ങൾ മനാഫിനെ തകർക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ചു. എന്താ പ്രതിഫലം കിട്ടിയത്? തിരിച്ചെന്താ കിട്ടിയത് നിങ്ങൾക്ക്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ മിനിറ്റ് വെച്ച് ലക്ഷങ്ങൾ, 10 ലക്ഷം, 1 മില്യൺ അടിക്കാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1 മില്യൺ അടിക്കാൻ പോകുന്ന 1 വീക്കിന്റെ ഉള്ളിൽ 5 ദിവസം, ഞാൻ പറയുന്ന 5 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരാൻ പോകുന്ന ഒരു യൂട്യൂബർ ആവാൻ പോവാണ്. ആര്? ഒന്നും യൂട്യൂബിനെ പറ്റി ഒരു കുന്തം അറിയാത്ത ആള് മനാഫ് ആവാൻ ആക്കുന്നതാരാ? ബാഡ് കമന്റ്. ഇപ്പൊ സുബീർ ബാബുവിന് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വളർത്തിയതാരാ? എന്റെ ശത്രുക്കള്. എന്നെ തകർക്കാൻ വേണ്ടി ഇറക്കിയ ആൾക്കാർ തന്നെയാണ് എന്നെ വളർത്തിയത്. അതുപോലെ തന്നെ ഇപ്പൊ മനാഫിന് സംഭവിക്കുന്നത്. മനാഫ് സഹായിച്ച് അല്ലെങ്കിൽ മനാഫ് ജോലി കൊടുത്ത് ആ ജോലിയിലൂടെ ഉപജീവനം നടത്തിയ ആ മുതലാളി കൊടുക്കുന്ന പൈസയിലൂടെ 1.5 വർഷം അല്ലെ ഭക്ഷണം കഴിച്ച ആ ആൾക്കാർ തന്നെ മനാഫിനെ മോശമായിട്ട് സംസാരിച്ച് ഒരു യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി കളിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ആ യൂട്യൂബ് ചാനൽ ഏതാന്നുള്ളത് എല്ലാവരും അങ്ങോട്ട് ലിങ്കർ ഫോർവേഡ്. ഞാനിപ്പോ എന്റെ ഫേസ്ബുക്ക് ചാനൽ ഇട്ടിട്ടുണ്ട് ലിങ്ക്. കുറെ ആൾക്കാർ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ ആൾക്കാരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനി മനാഫിന് കണ്ടന്റ് ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ കണ്ടന്റ് കൊടുക്കും. മനാഫ് അങ്ങനെ സമ്പാദിക്കട്ടെ. അങ്ങനെ സമ്പാദിക്കാൻ എല്ലാ പൈസ മനാഫ് എടുക്കൂല. അതിന്റെ ആവശ്യമില്ലാന്നേ. മനാഫിന് അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ലാതെ ആർക്കാ? നിങ്ങൾക്കായിരിക്കും. അതിലേക്ക് ഇൻഷുറൻസ് പൈസയിലേക്ക് കൈയിട്ട് വരാൻ നിൽക്കായിരിക്കും നിങ്ങൾ. അത് നിങ്ങളായിക്കോട്ടെ, നിങ്ങൾ പാടായിക്കോട്ടെ. പക്ഷെ ഒരു വാക്ക് കൊണ്ട് സഹായിച്ച ഒരാളെങ്കിലും നിങ്ങൾ വിവരിപ്പിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്.
മനാഫ് ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? മനാഫിന്റെ റൂട്ട്, മറ്റാൾക്കാരെ മറ്റേ റൂട്ട് ആയിക്കോട്ടെ. പല റൂട്ട് കൂടെയും മുട്ടുമ്പോൾ എല്ലാ ഭാഗത്തു നിന്ന് ഇപ്പൊ സുബൈർ ബാബുവിന്റെ അടുത്തേക്ക് ഒരേ വിഷയത്തില് 3 ആൾക്കാർ വരുമ്പോ അതിന് ഗൗരവം എടുക്കുമല്ലേ? എടുക്കും. ഇപ്പൊ ഒരു മന്ത്രിന്റെ അടുത്തേക്ക് നമ്മൾ പോവാ, മന്ത്രിന്റെ അടുത്ത് പോകുന്നത് എന്തിനാണ്? 3 ആൾക്കാര് ഒരേ വിഷയം പറഞ്ഞു വരുമ്പോൾ അതിന് ഗൗരവമായിട്ട് മന്ത്രി കാണും. ഒരു മുഖ്യമന്ത്രി ആയാലും കാണും, പ്രധാനമന്ത്രി ആയാലും കാണും, മറ്റെന്ത് ഓഫീസർമാരായാലും കാണും. നിങ്ങൾ ആയിക്കോട്ടെ, നിങ്ങള് 3 റൂട്ട് കൂടെ പോയി, 3 ആൾക്കാര്, ലക്ഷ്യം നിങ്ങളുടെ ഒന്നായിരുന്നു, അർജുനനെ തിരിച്ചെത്തിക്കുക, അല്ലെങ്കിൽ ഭൗതിക ശരീരമാണെങ്കിൽ അങ്ങനെ ജീവനോടെ അങ്ങ്, അല്ലെ? ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം ഒന്നായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൂടെ, നിങ്ങളെ സഹോദരന് വേണ്ടി, നിങ്ങളെ അളിയന് വേണ്ടി ഈ മനാഫ് വന്നതാണോ അല്ലേ? എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുന്നത്? കുറച്ച് ഓവറായിട്ടത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് കേരളത്തിൽ എന്താ പറയുക, നല്ല മനുഷ്യരൊക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തി മാറ്റിയിരുത്തിക്കൊണ്ടിരിക്കുക എല്ലാവരെയും. നമ്മൾ ഫിറോസ് കുന്മർമലിനെ പോലെ നിങ്ങൾ നോക്ക്, ഫിറോസ് ഇപ്പോ ചാരിറ്റി വീഡിയോ വളരെ കുറവായില്ലേ? ആർക്കാ നഷ്ടം? എനിക്ക് നഷ്ടമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നഷ്ടമല്ല. പക്ഷെ പാവപ്പെട്ട രോഗികള് ഫിറോസിനെ വിളിച്ച് കരയുമ്പോൾ അത് കേൾക്കുന്ന ഫിറോസ് എന്താ പറയുന്നാരോ? നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം? നമ്മളെല്ലാരും സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മളെ രാഷ്ട്രീയം പറഞ്ഞിട്ടും, നമ്മളെ കളറ് പറഞ്ഞിട്ടും, നമ്മളെ ജോലി പറഞ്ഞിട്ടും, ചാരിറ്റി കള്ളൻ എന്ന് പറഞ്ഞിട്ടും പരിഹസിക്കുകയാണല്ലോ. ഞാൻ ഇതിന് ഇറങ്ങുന്നു എന്ന രീതിയിൽ ഫിറോസ് ഒരു ഭാഗത്ത് കുതുങ്ങി. ആർക്കാ നഷ്ടം മക്കളെ? പാവപ്പെട്ട ജനതയ്ക്ക്. ഇപ്പൊ ഈ മനാഫ് ആ റൂട്ടിലൊന്നുമല്ല, മനാഫ് ഒരു ചാരിറ്റിക്കാരനോ. ഇപ്പൊ ലസിത പാലക്കല് പറഞ്ഞെന്താ? നന്മമരം. എന്റെ വീട്ടിക്ക് വേണ്ടി ഒരു നന്മമരം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ലസിത പാലക്കൽ അവിടെ എത്ര ദിവസം പോയി കടന്നുറങ്ങി? നന്മമരം ആയിക്കോട്ടെ, നന്മ ഒന്നും ചെയ്യണ്ട, അവനവന്റെ കർത്തവ്യം അവന് ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ ചെറിയൊരു അനുഭവം പറയാം. എനിക്ക് റബ്ബർ മരങ്ങളുണ്ട്. ആ റബ്ബർ മരത്ത് ഒരു മലയിലായിരുന്നു ഞങ്ങൾ റബ്ബർ വെട്ടിയിരുന്നത്. ആ മലയിൽ റബ്ബർ മരം വെട്ടുന്ന സമയത്ത് എന്റെ ടാപ്പിംഗാൻ ഒരു കല്ലുമ കയറിയിട്ട് റബ്ബർ കുറച്ച് ഹൈറ്റ് ഞങ്ങൾ സ്ലോട്ടർമാരെ വെട്ടിയിരുന്നത്. കുറച്ച് ഹൈറ്റ് നിൽക്കുന്ന സമയത്ത് ആ കല്ലിങ്ങോട്ട് കല്ല് തെന്നി ഇപ്പം വീണപ്പം വേറൊരു കല്ല് ഇവന്റെ വിരലിൽ വന്ന്, കാലിന്റെ വിരലിൽ വന്നിട്ട് കയറിയപ്പോ എന്ത് ചെയ്യും? ഈ നഖണ്ടല്ലോ വിരലിന്റെ, ആ നഖം നഷ്ടപ്പെട്ടു. അവിടുന്ന് ഏകദേശം 15 കിലോമീറ്റർ പോകണം നല്ലൊരു ഹോസ്പിറ്റലിലേക്ക്. ഞാൻ അവിടെ എന്ത് ചെയ്തു? എന്റെ റബ്ബർ എല്ലാം എനിക്ക് അവിടെ വലുത്. റബ്ബർ അവിടെ വെട്ടി നിർത്തി. പിന്നെ അവിടെ പാലെടുക്കാനോ ആളില്ല, ഷീറ്റ് എടുക്കാനോ ആളില്ല. കുറെ മരുന്ന് തേച്ച് ചെയ്തു റബ്ബർമേ, കാരണം അവസാന സമയങ്ങളാ. അപ്പൊ മരുന്ന് തേച്ചപ്പോ ആ റബ്ബർ മരം പിന്നെ നോക്കുമ്പോണ്ട് പിറ്റേന്ന് വന്നപ്പോണ്ട് പാലുകളൊക്കെ ഒഴുകി പോയിട്ടുണ്ട്. അവിടെ ഞാൻ നോക്കുന്നത് എന്താണ്? നമ്മൾ മനുഷ്യരാണ്. നമ്മൾ നോക്കേണ്ടത് എന്താണ്? എന്റെ റബ്ബർ മരം വെട്ടിന്റെ റബ്ബർ മരത്തിന്റെ പാല് നോക്കാൻ പറ്റില്ല, അവിടെ ഷീറ്റ് നോക്കാൻ പാടില്ല, അവിടെ നഷ്ടം നോക്കാൻ പറ്റില്ല. അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എന്ത് ഈ സമ്പത്ത് ഉണ്ടാക്കി തരുന്ന എന്റെ ടാപ്പിംഗ് കാരനാണ് എനിക്ക് വലുത്. ഞാൻ ആ ടാപ്പിംഗ് കാരനെ കൊണ്ട് പോയി അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവിടെ വന്ന് അന്ന് എനിക്ക് വന്ന ബില്ല് അവന്റെ അടുത്ത് വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. അവന് കൊടുക്കുന്ന കൂലിയിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നമ്മളതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. നിങ്ങളും ഞാനൊക്കെ ചെയ്തു കൊടുക്കുന്നതാ. അതുപോലെ ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ നമ്മളെ മനാഫും ചെയ്തിട്ട്. എത്രയോ അപകടങ്ങള്. ഇപ്പൊ ചില ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് അറിയാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പിന്നെ എന്റെ ഒരു സുഹൃത്തിന് ഇപ്പൊ എന്റെ തൊട്ടൊരു അയൽവാസി, ഇപ്പൊ അയാള് ലോട്ടറി കച്ചവടം ചെയ്ത് നടക്കുക. മെഷീൻ കട്ടിങ് നടക്കുന്ന സമയത്ത് കൈന്റെ ഇവിടെ 3 പേരിൽ ഒറ്റയടിക്ക് കട്ട് ചെയ്ത് പോയി. ഏത്? ഇടത്തെ കൈന്റെ പേരില് ഇങ്ങനെ കട്ട് ചെയ്ത് പോയി. കട്ട് ചെയ്ത് പോയപ്പോ എന്ത് ചെയ്ത്? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ ആ മുതലാളി പിന്നെ കാലാകാലം തിരിഞ്ഞു നോക്കൊന്നുമില്ല. പക്ഷെ മനാഫ് എന്താ പറഞ്ഞത്? ഞാൻ തുടർന്നും ഇവർക്ക് എന്റെ എന്ത് സഹായം വേണോ ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. അതല്ലേ മനുഷ്യര്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ചെയ്യാൻ പറ്റുമോ? കാലാകാലം എന്റെ ഒരു പണിക്കാരൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവന്റെ കുടുംബം ഞാൻ ഏറ്റെടുക്കാന്നുള്ള ധൈര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആ മനുഷ്യനത് പറഞ്ഞു എന്നല്ല ചെയ്യും. ഇനിയിപ്പോ മനാഫിന്റെ യൂട്യൂബ് ചാനൽ തന്നെയാണ് ഇപ്പൊ ചർച്ച. ഇപ്പൊ മെയിൻ ചാനലുകളൊക്കെ യൂട്യൂബ് ചാനലിലൂടെ മിനിറ്റ് വെച്ച് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അതിന് പരസ്യം കൊടുക്കുന്നുണ്ട്. മനാഫിന്റെ യൂട്യൂബ് ചാനല് എന്താ ആർക്കാ ഗുണം കിട്ടാൻ പോകുന്നത്? നമുക്ക് ഗുണം കിട്ടും.
ആ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ മനാഫ്ക അങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ നിങ്ങളെ ചാനലിൽ ഇടിയും, നമുക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മനാഫ്ക നല്ല രീതിയിൽ അദ്ദേഹത്തോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കേൾക്കും. കാരണം ആ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? നമ്മളാണ്. ആ യൂട്യൂബിൽ ഫോളോവേഴ്സ് ആരാ? നമ്മളാണ്. സബ്സ്ക്രൈബേഴ്സ് നമ്മളല്ലേ? ഈ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്നോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിലുള്ള വീഡിയോസ് ഒക്കെ നോക്ക്, ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 36-37 വീഡിയോസ് ഉള്ള അതിനകത്ത് ആ വീഡിയോസിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതിന് പിന്നിൽ സംഘികളാണെന്ന് പറയുന്നു. എന്റെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം, ഇതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഉണ്ടെങ്കിൽ തന്നെ ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയം സംഘി രാഷ്ട്രീയമാവാൻ സാധ്യതയില്ല. എന്റെ ഒരു നിഗമനം വെച്ച് ഞാൻ പറയാണ്. ഇപ്പം കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഏതാ നിങ്ങൾക്ക് അറിയാം? എന്താണ്? അൻവർ വിഷയമാണ്. ഈ അൻവർ വിഷയത്തെ വഴിതിരിക്കാൻ വേണ്ടി നിലവിലുള്ള ആൾക്കാർ കളിച്ച കളിയായിരിക്കണം. CPM രാഷ്ട്രീയമായിരിക്കും ഇവിടെ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘി രാഷ്ട്രീയം, സംഘികൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ചില ഞാൻ പറഞ്ഞില്ലേ, വിമർശകരായ യൂട്യൂബർമാർ, അതിൽ സംഘികളുണ്ട്, സംഘികളല്ലാത്തവരും ഉണ്ടെന്നേ. ഓരോരുത്തരും സൈബർ പോരാളികളുണ്ട്. ഇവര് കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിയാസത്തിനൊന്നും സപ്പോർട്ട് ഞാൻ സുബൈർ ബാപ്പുവിന് കിട്ടൂല. സുബൈർ ബാപ്പുവിന്റെ രാഷ്ട്രീയം നിങ്ങൾക്കറിയാം. ഞാന് ഇപ്പൊ നമ്മളെ അൻവറിന്റെ പ്രോഗ്രാമിനും പോയിരുന്നു. ഞാൻ ആരെ പ്രോഗ്രാമിനും പോവും. ഞാൻ നല്ലത് ആര് പറഞ്ഞാലും കേൾക്കും ചെയ്യും. എന്റെ രാഷ്ട്രീയം അത്രേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? അല്ലാതെ സുബൈർ ബാപ്പുവിനെ ഒരു സംഘിത്തൊഴുത്തിൽ കെട്ടണമെന്ന് നിങ്ങൾ കരുതിയൊരു കാര്യമല്ല. സുബൈർ ബാപ്പു ഇന്നേ വരെ BJPന്റെ ഒരു സ്വകാര്യ പരിപാടിയിലും പങ്കെടുത്തിട്ടുമില്ല, പങ്കെടുക്കാൻ ഉദ്ദേശിക്കണമില്ല. ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ നിങ്ങൾക്ക് അത് തെളിയിക്കാം. സുബൈർ ബാപ്പു ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ, സ്വകാര്യ മീറ്റിംഗ് ഉണ്ടാവില്ല, പാർട്ടി മീറ്റിംഗിൽ പങ്കെടുത്തതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് ആ പാർട്ടിയോട് എത്രത്തോളം ബന്ധമുണ്ട് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയാൽ മതി. പിന്നെ BJPക്കാർ ചെറ്റത്തരം കാട്ടിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത്. എന്റെ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ BJPക്കാരാണ് ഏറ്റവും ചെയ്തുകൊണ്ടുള്ളത്. അതുകൊണ്ട് BJPക്കാർക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ശത്രുത. എന്നോട് ഏറ്റവും ദേഷ്യം BJPക്കാർക്കാ. ഞാൻ അൻവറിന്റെ പ്രോഗ്രാമിന് പോയി കുറെ ആൾക്കാര് സംഘി വന്ന് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഫോട്ടോ വിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഞാൻ അൻവർ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അൻവറിന്റെ കൂടെ നിൽക്കും. അൻവർ നല്ലൊരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അൻവറിന്റെ കൂടെ പോവും ചെയ്യും. അതിന് ചോദ്യം ചെയ്യാൻ തടയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. അൻവർ ഇപ്പൊ പറയുന്ന കാര്യങ്ങള് നമുക്ക് അംഗീകരിക്കേണ്ട വിഷയങ്ങളാണ്. കേരള രാഷ്ട്രീയത്തെ കുറിച്ച് അൻവർ പറയുന്നത്, ആ വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ബോധ്യപ്പെടുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും, അല്ലെ? അൻവറിന്റെ പാർട്ടിയിൽ എന്തിനാ ഒഴിവാക്കിയത്? അൻവറിനെ ഇപ്പൊ എന്തിനാണ് ഉത്തരം മുട്ടിയപ്പോ കൊഞ്ഞനം കാട്ടുക എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പൊ അൻവറിനെ ചെയ്ത് ഒതുക്കി എടുത്തേക്കാണ്. കാരണം അൻവർ പറയുന്നതിന് വ്യക്തമായി ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അൻവറിനെ ഒഴിവാക്കിയത്. അപ്പൊ അത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം നമ്മൾ കേൾക്കണ്ടേ? ആ ഒരു വിശദീകരണം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തൊട്ടടുത്ത് തന്നെ നിലമ്പൂര് ഞാൻ പോയത്. അപ്പോ കുറെ ആൾക്കാർ എന്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് തന്നെ അയച്ചു തന്നു. നീ എന്തിനാ അൻവറിന്റെ പരിപാടിക്ക് പോയത്? നീ BJP വിട്ടോ? അത് ഞാൻ BJP വിട്ടാണ്, BJPക്ക് കയറിയിട്ടാണ് വിടാന്. അപ്പൊ അതൊന്നും നോക്കരുത്. നമുക്ക് എന്താ നിങ്ങള് ഈ രാഷ്ട്രീയം എന്നുള്ളത് സ്വർഗത്ത് പോവാനുള്ളതല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. രാഷ്ട്രീയത്തിലൂടെ ഒരാൾ സ്വർഗത്ത് പോലെയുള്ള സ്വർഗം നഷ്ടപ്പെടുകയും ചെയ്യുള്ളൂ. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. രാഷ്ട്രീയം വേറെ, മനുഷ്യത്വം വേറെ, ചാരിറ്റി വേറെ. മനുഷ്യനെ മനുഷ്യനായി കണ്ട് സഹായിക്കുക. അവിടെ രാഷ്ട്രീയം നോക്കണ്ടാന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാന്നില്ലെങ്കിൽ തെളിവാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് വയനാട് പ്രകൃതി ദുരന്തം നടക്കുന്നതിന് മുമ്പാണ് അർജുന്റെ ഈ പ്രശ്നം വന്നത്. ആണോ അല്ലേ? അർജുന്റെ ഈ ഒരു ശിരൂരത്തെ ഈ ഒരു മരണം നടന്നത്. ഇത് ഏകദേശം ഒരു 10-15 ദിവസം നമ്മുടെ ചാനലുകളിൽ നിറഞ്ഞു നിന്നപ്പോഴും പിന്നെ പെട്ടെന്ന് വയനാട്ടിലേക്ക് പോയി ചാനലുകാർ മുഴുവനും. പിന്നെ വയനാടായിരുന്നു. ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും റീച്ചുള്ള കണ്ടന്റ് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ നാടിനോട് ഒരിത്തിരി സ്നേഹമില്ലാത്ത ആൾക്കാരാണ് ചാനലുകാര്. കാരണം അവർക്ക് വേണ്ടത് രാഷ്ട്രീയവും മതവും, ഇത് കൂട്ടിക്കളയും. അതുപോലെ കുറച്ച് സെക്സ് വീഡിയോസും അല്ലെങ്കിൽ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളും. ഇവർക്ക് ഇത് മൂന്നും വെച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത് ചാനലുകാര്. രാഷ്ട്രീയം, അതുപോലെ മതം, അതുപോലെ റീച്ചുള്ളത് സെക്സ്, അതല്ലെങ്കിൽ ഈ എന്താ പറയാ അങ്ങനത്തെ ന്യൂസ്. അത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളെ നടീനടന്മാരുടെ വിഷയം വന്നില്ലേ, ഹേമ കമ്മിറ്റി, അവർ കുറച്ച് ദിവസം അതിന്റെ വൈത്താലായിരുന്നു. ഇതൊക്കെ ഉണ്ടാവുമ്പോഴും
ആ മനാഫ് പറഞ്ഞ വ്യക്തി എവിടെയുണ്ട്? ശിരൂരിലുണ്ട്. നിങ്ങളും ഞാനുമില്ല, നിങ്ങളും ഞാനും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മറന്നുപോയി. അത് വിട്ടു എന്ന് കരുതി നമ്മളൊക്കെ. പക്ഷെ വിടാതെ പിടികൂടിയൊരു മനുഷ്യനാണ് അദ്ദേഹം. എന്നിട്ട് ആരുടെയൊക്കെ ബലത്തിൽ ആരൊക്കെയോ പറഞ്ഞ് എന്താ പറയാ തിരിപ്പിക്കയറ്റാന്ന് പറയാം നമ്മളെ ഭാഷയിൽ, തിരിച്ചു കയറ്റി കൊടുക്കുക, പിരിമുറുക്കുക. അങ്ങനെ പിരിമുറുക്കിയതിന്റെ അടിസ്ഥാനത്തില് സ്വന്തം പെങ്ങളെ ഭർത്താവും മറ്റുമൊക്കെ വന്നിട്ട് ഈ മനാഫിനെ ഒന്നും മറ്റൊരു മോശക്കാരനാക്കുക. മനുഷ്യരെ, ഒരാളെ മനസ്സിലാക്കി കഴിഞ്ഞാല് 10 ആള് പറഞ്ഞിട്ടും കാര്യമില്ല. സുബൈർ ബാപ്പുവിനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ 10 ആൾക്കാർ സുബൈർ ബാപ്പുവിനെ കുറ്റം കൊണ്ട് ഒരു കാര്യമല്ല. കാരണം സുബൈർ ബാപ്പുവിന് അടുത്ത ബന്ധമുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ പലരും. സുബൈർ ബാപ്പു ഈ കാണുന്ന ആളല്ല. സുബൈർ ബാപ്പുവിന് ഇങ്ങനത്തെ വേറൊരു ക്യാരക്ടറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ എന്താണ് പേടിക്കേണ്ടത്? ഇപ്പോ ഒരു വോട്ടെടുപ്പ് നടക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം നമ്മുടെ മനാഫിന്റെ യൂട്യൂബ് ചാനല്. മനാഫിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങള്. മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മാത്രമാണ് ആ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ്, ഓരോ സബ്സ്ക്രൈബേഴ്സും. അത് മനാഫിന്റെ നല്ല പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വോട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളൊക്കെ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ മനാഫിന്റെ ലോറി ഉടമ മുതലാളി എന്നുള്ള ലോറി മുതലാളി മനാഫ്, അങ്ങനെയല്ലേ? ലോറി ഉടമ മനാഫ് അല്ലെ? ഞാൻ ഇപ്പൊ പറഞ്ഞ എങ്ങനെയാണ്? ലോറി ഉടമ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രഹസനം. അപ്പൊ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എവിടെ ഇതൊന്നും കാണാനുള്ള നേരം നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. മണ്ണ് മുഴുവൻ മാന്തി തെരച്ചിൽ നടത്തണം എന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ നന്മ മരം. അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോറി പുഴയില് വീഴാനേ സാധ്യതയുള്ളൂ എന്ന് ഒരുപാട് ആൾക്കാർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നന്മമരം എന്താണ് പറഞ്ഞത്? അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല. അർജുൻ എന്നുള്ള പേര് ടാറ്റ ബിർള അല്ലെങ്കിൽ കൊക്കക്കോല പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ. ആരും ഇന്റെ ലോറി ആരും സാരില്ല. അർജുൻ തന്നെ പേര്. അർജുനെ സഹായിക്കാൻ വേണ്ടി അതിനു വേണ്ടി താങ്കൾ അവിടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം. അപ്പൊ അതിന് പറയുന്ന പറയല്ല, ആ കുടുംബം പറയുകയാണ് താങ്കൾ അവരുടെ ഒന്നും ഫോൺ പോലും എടുത്തിട്ടില്ല എന്ന് പറയുന്നത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഇത് ആരോ ഫോൺ അവിടെ അർജുനെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് അർജുന്റെ കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കളവാ. ഞാൻ ഒരുവിധമൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരെല്ലാരും ഫോണും എടുത്തിട്ടുണ്ട്. ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കുന്നതാണ്. ഇതൊക്കെ എന്താ ഇപ്പം വരുന്നതെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് നിങ്ങൾക്കെതിരെ എന്തായിരിക്കും അതിന് കാരണമെന്നാണ് കരുതുന്നത്? സുഹൃത്തുക്കളെ, ഓരോ മതത്തിലും ഓരോ ആചാരങ്ങളുണ്ട്. ഇപ്പൊ മുസ്ലിംസിലാണെങ്കിൽ 7, 40 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ആചാരങ്ങളുണ്ട്. ഹൈന്ദവരിലും ഉണ്ട്. 15 ദിവസം അവർക്ക് എന്താ പറയാ പെലെ അതിനെന്തോ ആണ്, പുറത്തിറങ്ങാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും പാടില്ല. നമ്മളെ അർജുന് മരിച്ചിട്ട് എത്രയായി? 70-80 ദിവസം ആവാനൊക്കെയായി. പക്ഷെ അർജുന്റെ ശരീരം, ഭൗതിക ശരീരം മറവ് ചെയ്തിട്ട് അധികം ദിവസമായിട്ടില്ല. എന്നിട്ടാണ് അതിന്റെ ആ ഒരു മുറിവ് മാറുന്നതിന് മുമ്പാണ് ഇവർ ഈ പത്രസമ്മേളനം നടത്തിയത് എന്നുള്ളതും നിങ്ങളൊന്ന് എടുത്തു നോക്ക്. അപ്പൊ ഇവർക്കൊക്കെ ഈ സ്വന്തം കൂടപ്പിറപ്പുകൾ എന്ന് പറയുന്ന ഇവർക്കൊക്കെ എത്രത്തോളം ഈ അർജുനോട് സ്നേഹമുണ്ട് എന്നുള്ളത്, അതായത് നമുക്ക് നാട്ടുകാർക്കുള്ള അത്തരം കൂടി സ്നേഹമില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സ്വന്തം ജ്യേഷ്ഠം മരിച്ചു കടന്നാലും സ്വന്തം പെങ്ങള് മരിച്ചു കടന്നാലും സ്വന്തം അമ്മ മരിച്ചു കടന്നാലും കണ്ണിന്ന് കണ്ണുനീര് അല്ലെങ്കിൽ പൊടിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലെ. അങ്ങനെ ഇരിക്കുമ്പം എന്റേതായ എന്റെ ലോറി അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞുകൊണ്ടിരുന്ന ലോറി കിട്ടി, അതിനകത്ത് അർജുനുണ്ട്, ഇനി അവനെടുക്ക് എന്ന് പറയുമ്പം ഈ മനുഷ്യൻ അതിന്റെ അകത്ത് അർജുനെ കണ്ടിട്ടല്ല പറയുന്നത്. നമ്മൾ ഒറ്റ ഇതൊന്നും കണ്ടിട്ടാണോ പറയുന്നത്? അല്ല, കണ്ടിട്ടല്ല പറയുന്നത്. അതുണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസം അതുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണുനീരുണ്ടല്ലോ മക്കളെ, കേരളത്തിൽ എല്ലാവരും കണ്ടതാണത്. അങ്ങനെ കരയാനെങ്കിലും ഒരാള് നമുക്കുണ്ടോ?
നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അന്യനായ ഒരാള് നമുക്ക് വേണ്ടി കരയോ? അങ്ങനെ ഒരാളെ അർജുൻ വളർത്തിയെടുത്തു, അങ്ങനെ ഒരാളുടെ കൂടെ അർജുൻ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ അത്രയും നല്ലൊരു തൊഴിലാളിയായിട്ട് അർജുനെ ഈ മുതലാളി കണ്ടു. ഇതൊക്കെയാണ് ആ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നത്. സമ്പത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയുണ്ടാവും, സ്നേഹബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടുന്നതാണ് സ്നേഹം, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടൂല. നീ നിന്റെ മകനെ സ്നേഹിച്ചാൽ മാത്രമേ നിന്റെ മകനിൽ നിന്ന് നിനക്ക് സ്നേഹം കിട്ടുള്ളൂ. നീ നിന്റെ സുഹൃത്തിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മാത്രമേ നിന്റെ സുഹൃത്തിൽ നിന്ന് നിനക്ക് ആത്മാർത്ഥമായി സ്നേഹം കിട്ടുകയുള്ളൂ. നീ നിന്റെ മുതലാളിക്ക് വേണ്ട രീതിയിൽ, അദ്ദേഹം പറയുന്ന രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നിന്റെ മുതലാളി നീ ആവശ്യപ്പെടുന്ന സമയത്ത് നിനക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ മുതലാളിയായിട്ട് നിന്ന ആളാണ്, വർക്കറായിട്ട് നിന്ന ആളാണ്. നമ്മളെ മുതലാളിമാരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളെ മുതലാളിമാരെ നമ്മോട് ഇടപഴകുക, അല്ലേ? നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? നമുക്കൊക്കെ പല പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയതല്ലേ നമ്മളൊക്കെ. പക്ഷെ നമുക്കെന്താ അറിയോ, പല ഘട്ടങ്ങളിലും മനുഷ്യത്വം നഷ്ടപ്പെടുന്നുണ്ട്. മനുഷ്യത്വം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് ഈ നാടിന്റെ ശാപമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുന്ന ആൾക്കാരെ ദ്രോഹിക്കാതിരിക്കുക, നന്മ ചെയ്യുന്ന ആൾക്കാരെ ഒപ്പം ചേർത്ത് പിടിക്കുക. ആ ഒപ്പം ചേർത്ത് പിടിക്കലായിരിക്കണം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ചേർത്ത് പിടിക്കലായിരിക്കണം മനാഫിന്റെ യൂട്യൂബ് ചാനലുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സും. നിങ്ങൾക്ക് മനാഫിനോട് ഇഷ്ടമുണ്ടോ എങ്കിൽ ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സുബൈർ ബാബുന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ ആളല്ല, ചെയ്യാൻ പറയലുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ മനാഫിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് മനാഫിനോട് ഒരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അതവിടെ പ്രകടിപ്പിക്കുക. ശത്രുക്കള് കുരു പൊട്ടട്ടേന്നേ, അവരുടെ കുരു എത്രത്തോളം അവർക്ക് പൊട്ടിക്കാൻ പറ്റുമോ അവർ എത്രത്തോളം പൊട്ടട്ടെ. നമ്മുടെ ആവശ്യം തന്നെയാണ്, നമ്മളൊക്കെ ആവശ്യം തന്നെയാണ്. ഒരു മനുഷ്യനെ ക്ഷമ പരീക്ഷിക്കുന്നതിലൊരു കണക്കുണ്ട്, ഒരു പരിധി ഉണ്ടോ? എന്നിട്ടും അതല്ല, ഞാനിങ്ങനെ ആലോചിക്കാം, ആ മനുഷ്യനെ അത്രത്തോളം വെറുപ്പിച്ചിട്ടും, ആ മനാഫിനെ അത്രത്തോളം വെറുപ്പിച്ചിട്ടും എത്ര കൺട്രോൾ ചെയ്തിട്ടാണ് ആ മനുഷ്യൻ ആ പത്രക്കാരൻ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. അതെന്റെ അമ്മയല്ലേ, പറഞ്ഞോട്ടെ, അതെന്തെങ്കിലും വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നൊക്കെ അത്ഭുതത്തോടെയാണ് മനാഫെ ഞങ്ങൾ കാണുന്നത്. നിങ്ങൾ ആ ഒരു ടാലന്റ്, നിങ്ങൾ ആ ഒരു മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള, അതായത് ഒരു അഗ്നിപർവ്വതം നിങ്ങളെ തലയിൽ വന്ന് വീണിട്ട് പോലും അത് സാരമില്ല, അത് തീപ്പൊരിയല്ലേ എന്ന് പറഞ്ഞ് മാറ്റുന്നത് പോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ഭുതമാണ് നിങ്ങൾ, കേരളത്തിന്റെ അത്ഭുതം. ഓരോ തൊഴിലാളിയോട് ഒരു മുതലാളി എങ്ങനെ പെരുമാറണമെന്ന് ശരിക്കിന് പാഠപുസ്തകങ്ങളില്ലാതെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനാണ് നിങ്ങൾ. ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് എന്റെ വക. ഞാൻ ഈ വിഷയത്തിൽ, ഇങ്ങനത്തെ വിഷയങ്ങളിലൊന്നും ഞാൻ ഇടപെട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പല വിഷയങ്ങളും ഞാൻ ഇടപെട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതില് എനിക്ക് പറയണം തോന്നി. കാരണം ഇത് ഒരു സംഖ്യവൽക്കരണം, അല്ലെങ്കിൽ ഒരു കൊങ്കിവൽക്കരണം, ഒരു കമ്മിവൽക്കരണം, ഒരു മൂല്യവൽക്കരണം ഒക്കെ ആക്കി ഇനി മാറ്റും നിങ്ങൾ. ഒരാളും ഒരാളെയും ഒരു രാഷ്ട്രീയക്കാരനാക്കണ്ട. വിമർശിക്കുന്നവനെ ഒറ്റട്ട് പോരാടി അവനെ ഇല്ലായ്മ ചെയ്യാം. അതായത് നല്ല കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ വിമർശിച്ചോ, അതല്ല ഇതില് രാഷ്ട്രീയ ചാനലില് ഏതെങ്കിലും ഇപ്പൊ ഞാന് BJP അനുകൂല രാഷ്ട്രീയം പറയുന്ന ആളാണ്, അല്ലെ? പക്ഷെ ഞാൻ BJPക്കാരെ ചീത്ത പറയുന്ന ആളാണ്. അത് രണ്ടും നോക്കണം. ഞാൻ BJPനെ അനുകൂലിക്കുന്നുണ്ടോ അതുപോലെ തന്നെ BJPക്കാരെ ചീത്തയും പറയലുണ്ട്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എന്നെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ. മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് ഒരാൾ വിമർശിക്കുമ്പോൾ ആ വിമർശിക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അവന്റെ രാഷ്ട്രീയം അവിടെ നിങ്ങൾ വിളമ്പരുത്. അവന് സംഖ്യയല്ലേ, അവൻ കമ്മിയല്ലേ, അവൻ അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് കരുതരുത്. അവൻ പറയുന്നത് അവന്റെ പേഴ്സണൽ വിഷയമാണ്. അത് രാഷ്ട്രീയത്തെ നേതാക്കന്മാരുടെ അനുമതിയോടെ ഒന്നല്ല പറയുന്നത്. ഇപ്പൊ ലസിത പാലക്കല് വിടുവായത്തം പറയുന്നത് വിമർശിക്കാനായിട്ടുള്ള ജന്മാണ്, വിമർശിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു ജന്മാണ്. ആ ലസിത പാലക്കല് പറയുന്നത് പിന്നെ മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റിന്റെ അനുമതിയോടെ ഒന്നുമല്ല. അത് ലസിത പാലക്കലിന്റെ മാത്രം അഭിപ്രായമാണ്. അതിലേക്ക് യാതൊരു പാർട്ടിക്കും ബന്ധമല്ല.
സുബൈർ ബാപ്പു പറയുന്നത് സുബൈർ ബാപ്പുവിന്റെ പേഴ്സണൽ വിഷയങ്ങളാണ്. സുബൈർ ബാപ്പു കണ്ടത് പറയും. അത് ഇവിടെ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് അനുമതിയോടെയല്ല, അല്ലെങ്കിൽ എന്റെ വണ്ടൂർ മണ്ഡലത്തിന്റെ അനുമതിയോടെയല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്റെ രാഷ്ട്രീയ നിരീക്ഷണം പറയാണ്. എന്നാൽ ഇത് രാഷ്ട്രീയക്കാരനല്ലല്ലോ. മനാഫ് രാഷ്ട്രീയ നിലനിൽക്കലല്ലോ അവിടെ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? മനാഫിന്റെ ഒരു ഡ്രൈവർ അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽപ്പെട്ടു. ലോറിയിൽ മരം ഉണ്ടായിരുന്നു, ലോറി ഉണ്ടായിരുന്നു. മനാഫ് പറയുന്നു ലോറിന്റെ അകത്ത് അർജുനുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞു. അവസാനം അർജുനെ എവിടെ കിട്ടിയത്? ലോറിന്റെ അകത്തുനിന്ന് കിട്ടുകയും ചെയ്തു. അല്ലേ? ചായ കുടിച്ചു കഴിഞ്ഞാൽ മനാഫ് ലോറിയിലേ ഇരിക്കുള്ളൂ, എന്റെ ലോറി അത്രത്തോളം കെയർ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിന്ന ആളല്ലേ. അതുപോലെ മനാഫ് പറഞ്ഞതുപോലെയല്ലേ നടന്നത്? എല്ലാവരും കൈവിട്ടപ്പോഴും മനാഫ് കൈവിട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പം എല്ലോ ആയി നിങ്ങൾക്ക്. ഇപ്പൊ ഇനി നിങ്ങൾക്ക് ആരെ ആവശ്യമില്ല അല്ലെ? അർജുന്റെ അളിയനൊന്നും ആരെ ആവശ്യമല്ല, മനാഫിനെ ആവശ്യമല്ല, ആരെ ആവശ്യമല്ല. എന്നാൽ അർജുൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇത് 72 ദിവസം അല്ലെങ്കിൽ 75 ദിവസത്തോളം കേരളക്കര അർജുന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ തുടർന്നും അതിന്റെ ആ ഒരു ചലനം ഇത് എത്രത്തോളം ഹൈയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റയടിക്കാൻ താവുന്നില്ല. കുറച്ചങ്ങനെ പയ്യെ തന്നെ ഇത് കേരളക്കര മറക്കുള്ളൂ. സപ്പോർട്ട് ചെയ്തവരെ എന്നും പുകഴ്ത്തിയവരാണ്. നിങ്ങൾക്കറിയില്ലേ, ജാതിയും മതവും നോക്കാതെ പ്രളയത്തില് 2018-19 കാലത്തെ പ്രളയത്തില് സ്വന്തം മുതുക് ചവിട്ടിപ്പടിയാക്കി വെച്ചു കൊടുത്ത സഹോദരനെ ആ കേരളം എങ്ങനെയാണ് ഏറ്റെടുത്തത് നിങ്ങൾക്കറിയില്ലേ? അറിയില്ലേ? ആ സഹോദരനാണോ ഇതിന്റെ ക്രെഡിറ്റ്? അത് ഒപ്പിയെടുത്ത ക്യാമറമാൻ ഇല്ലെങ്കിൽ ആ സഹോദരൻ ആരെങ്കിലും തിരിച്ചറിയോ? അറിയില്ല. ആ ക്യാമറമാൻ ആരെങ്കിലും അന്വേഷിച്ചോ? ഇല്ല. എന്നാൽ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയിട്ടാണോ അദ്ദേഹം ചെയ്തത്? അല്ല. നിങ്ങൾ മനസ്സിലാക്ക്, ഓരോരുത്തരെയും വളർത്തുന്നതും തളർത്തുന്നതും ആരാണോ അത് വീഡിയോ എടുക്കുന്നത് അവന്റെ കഴിവാണ്. അവനാരും അന്വേഷിക്കാറില്ല. ആരാണ് ക്യാമറ എടുത്തെന്നുള്ളത് ആരും അന്വേഷിക്കാറില്ല. അവനൊരു അവാർഡും കൊടുക്കാറില്ല. അങ്ങനെ ഇന്ന് ഈ മനാഫ് കരുതിയിട്ടാണോ മനാഫിനെ വളർന്നത്? മനാഫ് ചെയ്ത ആ ഒരു സമയത്ത്, ആ ഒരു ലോറി ഇങ്ങനെ പൊക്കി വരുന്ന സമയത്തുള്ള ആ സമയത്ത് അർജുന് അത് എന്റെ വണ്ടിയാണ്, അതിനകത്ത് അർജുനുണ്ട് എന്ന് പറഞ്ഞ് വിതിമ്പിയപ്പോൾ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നപ്പോൾ, ആ കണ്ണുനീർ ഇങ്ങനെ തുടച്ചപ്പോൾ, ആ കണ്ണുനീർ തുടക്കുന്ന രംഗം കണ്ട് കരഞ്ഞവനായി സുബൈർ ബാപ്പുവും നിങ്ങൾ ഓരോരുത്തരും. അല്ലേ? കരയാത്തവരുണ്ടോ? ആ വീഡിയോ നമ്മള് എല്ലാരും റീപോസ്റ്റ് ചെയ്ത് നമ്മളെ കണ്ണിന്നൊക്കെ കണ്ണുനീരങ്ങനെ ഒഴുകുകയായിരുന്നു. എന്റെ കണ്ണിന്നൊക്കെ കണ്ണുനീരിങ്ങനെ ഒഴുകുക. ആ വീഡിയോ കാണുമ്പോ കണ്ണുനീര് ഒഴുകുക തന്നെ പണി. അപ്പൊ അത് ജനങ്ങൾ ഏറ്റെടുത്തതാണ്. പെട്ടെന്നൊന്നും മനാഫിനെ ഒരു മോശപ്പെട്ട കമന്റ് കൊണ്ടോ, ഇനി സ്വന്തം അളിയനായാലും സ്വന്തം അമ്മയായാലും സ്വന്തം പെങ്ങളായാലും സ്വന്തം ഭാര്യ ആയാലും ആര് പറഞ്ഞാലും മനാഫിനെ കേരളക്കാരങ്ങനെ പെട്ടെന്നൊന്നും മറക്കും കരുതണ്ട. അത് മറക്കില്ല. മനാഫെ നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മിനിറ്റില്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ ഞാൻ നോക്കി പറഞ്ഞുതരാം. ഇപ്പൊ നേരത്തെ നോക്കിയപ്പോ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ മിനിറ്റിൽ കൂടി വരിക. അത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. $2,06,000 നോക്കിയോ. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോ 96,000 ഉള്ളൂ. കാണുന്നുണ്ടോ? 2,06,000 ആൾക്കാരായി. ഇത് നിങ്ങൾ നോക്കിക്കോ. ഇന്ന് രാത്രി ഒരു 10 മണിയാകുമ്പോ ഇത് 3 ലക്ഷം, ചിലപ്പോ ഇന്ന് തന്നെ നേരം വെക്കുമ്പോ 4 ലക്ഷം. ഇതൊക്കെ അർജുൻ എന്ന വ്യക്തിക്ക് വേണ്ടി മനാഫ് ചെയ്ത ത്യാഗത്തിനുള്ള അംഗീകാരമായിട്ട് എതിരാളികൾ കാണണം. നിങ്ങൾക്കറിയോ, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് കൊല്ലങ്ങളായിട്ടും 5 കൊല്ലമായിട്ടും 10 കൊല്ലമായിട്ടും 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് കിട്ടാൻ പാടാണ്. ആ സ്ഥാനത്തേക്കാണിത് 24 മണിക്കൂറായപ്പോഴേക്കും 2 ലക്ഷത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയത്. നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പൊ എല്ലാവർക്കും കേരളത്തിൽ എല്ലാവരും നോക്കേണ്ട സംഗതി എന്താണെന്ന് അറിയോ? മനാഫിന്റെ ലോറി ഉടമ മനാഫ്, ഇതാണ് ലോറി ഉടമ മനാഫ് എന്നാട്ടോ ചാനലിന്റെ പേര്. സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടെന്ന് നോക്കിക്കോ. ഇത് മിനിറ്റ് ആൾക്കാർ ഇപ്പൊ നോക്കരുത്. ഞാനിപ്പോ ഇത് കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഈ ഒരു കാഴ്ച.
ഈ ഒരു കാഴ്ച ഞാൻ കൗതുകത്തോടെ നോക്കണം. 2,06,000 സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടോ? കൗതുകാണ്. ആൾക്കാർ ആകാംക്ഷയോടെ കാണുകയാണ് മനാഫിന്റെ യൂട്യൂബ് ചാനൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും. അതിപ്പോ രസമാണെന്ന്. ഞാൻ 10 ദിവസം കൊണ്ട് 10 ലക്ഷം എന്നാണ് എഴുതിനെ. 10 ദിവസം ഒന്നും വേണ്ടി വരില്ല. ചിലപ്പോ 2-3 ദിവസം കൊണ്ട് 10 ലക്ഷം. അതായത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന, അതായത് ഏറ്റവും സ്പീഡിൽ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന ഒരു യൂട്യൂബ് ഉണ്ടെങ്കിൽ അത് മനാഫിന്റേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടാണുന്നത്? ഒരു വീഡിയോ ഇട്ടില്ല. എന്ന് വീഡിയോ ഇട്ടറിയോ? ഇതാ മനാഫിന്റെ ലാസ്റ്റത്തെ വീഡിയോ കാണുന്നത് 13 ദിവസം മുമ്പാ കാണുന്നത് വീഡിയോ. ഇതിൽ കാണുന്ന കേട്ടാ എന്റെ ഈ ചാനലില് ലാസ്റ്റ് 13 ദിവസം മുമ്പാണ് മനാഫ് ഒരു വീഡിയോ ഇടുന്നത്. ഇന്നലെ 10,000 ആൾക്കാർ 10,000K മാത്രമുള്ളായിരുന്നു സബ്സ്ക്രൈബേഴ്സ്. ഇന്നത് 2,06,000 ആയി. ഇനി ഒരു 10 മിനിറ്റിൽ നോക്കും നിങ്ങള്. 10 മിനിറ്റിൽ 1000 ആൾക്കാർ ആ രീതിയിലാ പോകുന്നത്. 1000 അല്ല തോന്നുന്നുണ്ട്. ഇപ്പൊ നോക്ക് നിങ്ങള്. ഞാൻ നേരം പോലത്തെ ഒരു 7 മണിക്ക് നോക്കുമ്പോഴാണ് 96,000 കാണുന്നത്. ഇപ്പൊ 2,06,000 ആയി. 1,00,000 ആൾക്കാർ ഇപ്പം മണിക്കൂർ എത്ര ആയിട്ടുള്ളൂ? ആകെ 2 മണി. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ നോക്കിക്കോ 3 ലക്ഷമൊക്കെ ആവും. അങ്ങോട്ട് കുരു പൊട്ടിക്കോളി നിങ്ങള്. എതിരാളികൾക്ക് കുരു പൊട്ടാൻ ഇനിയൊരു അവസരം, ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോ. നിനക്കും എനിക്കും മക്കളുമുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരന്മാരുടെ കുട്ടികളുണ്ട്, അച്ഛനമ്മമാരുണ്ട്. നമ്മളൊക്കെ ഇതുപോലെ വാഹനത്തിൽ പോകുന്നവരാ. എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് നമ്മൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അവിടെ കടന്നോട്ടെ എന്ന് പറയും. എന്തിനാ അറിയങ്ങള്? വിമർശിക്കുന്ന ആളാണ് എങ്കിൽ. മനസ്സിലായോ? കാരണം നീയും ഞാനൊക്കെ ആവശ്യമില്ലാതെ ആരെങ്കിലും വിമർശിച്ചാൽ അവനവിടെ കടന്നോട്ടെ എന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥ നിനക്കും എനിക്കും വരാതിരിക്കട്ടെ. ഈ തുച്ഛമായ ജീവിതത്തിൽ, ഈ തുച്ഛമായ കാലഘട്ടത്തിൽ അങ്ങനെ വെറുപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. വെറുപ്പിച്ചിട്ടൊന്നും ഇവിടെ നേടിയവരൊന്നുമില്ല. പക്ഷെ പറയേണ്ട ആൾക്കാരെ പറയണം. അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാനും പറയുന്ന ആൾ തന്നെയാണ്. ഞാൻ വിമർശിക്കുന്ന ആളെ മുഖത്ത് നോക്കി പറയുന്ന ആൾ തന്നെയാണ്. പക്ഷെ പറയുന്നതിൽ കാമ്പുണ്ടാവണം. ചുമ്മാ ആരും വെക്കിട്ട് കയറരുത്. കയറിയ ആളെ വിടും ചെയ്യരുത്. മനാഫ് നിങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. മനാഫ് നിങ്ങളോട് ആരോടും ₹1 എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്ന മനാഫ് അർജുന് വേണ്ടിയിട്ട് പൈസ പിരിച്ചുണ്ടാക്കി. എന്നാ അതിന്റെ തെളിവ് പുറത്തുണ്ടവര് ആ പത്രക്കാർക്ക് കൊടുക്കണ്ട അപ്പൊ തന്നെ. എന്താ മക്കളെ നിങ്ങൾക്ക് എന്തായി? നിങ്ങളെ അർജുന്റെ ഫാമിലിയെ കേരള ജനത നെഞ്ചിലേറ്റിയിരുന്നു. നിങ്ങൾ 2-3 ആൾക്കാർ കാരണം, ആ പത്രസമ്മേളനത്തിൽ സംസാരിച്ച 2-3 ആൾക്കാർ കാരണം അർജുന്റെ കുടുംബത്തെ വെറുപ്പിച്ചില്ലേ നിങ്ങള്? പാവം അർജുന് അറിയുന്നുണ്ടോ? അർജുന്റെ കുട്ടിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ആവശ്യം വരില്ലേ? ഇനി വന്നില്ല എന്നാ വേണ്ട. ഇപ്പൊ നിങ്ങൾ കരുതുണ്ടാവും അർജുന്റെ ഭാര്യയ്ക്ക് ജോലിയായി, ഇനിയിപ്പോ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരിക്കലും കരുതരുത് കേട്ടോ. അങ്ങനെ കരുതിയ ആൾക്കാരൊക്കെ ഈ ലോകത്ത് ഒരുപാടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, മാരകമായ പല അസുഖങ്ങളും ഈ ഭൂമി ലോകത്തുണ്ട്. നമ്മൾ തേച്ചാ തികയില്ല, ഇരിക്കക്കൂര വിറ്റാലും തികയാത്ത പല അസുഖങ്ങളും വരാനുണ്ട്. അഹങ്കാരത്തിന് അതിരുവരമ്പ് വേണം. അഹങ്കാരത്തിന് അതിരുവരമ്പില്ലാത്ത നെറികെട്ട ജീവിതം ജീവിക്കുന്ന ആൾക്കാർക്ക് പലതും സംഭവിക്കും. അർജുന് വേണ്ടി അത്രത്തോളം 10-70ഓളം ദിവസം അവിടെ കഠിനാധ്വാനം ചെയ്ത് അർജുന്, മനാഫ് മാത്രമൊന്നുമല്ല, ഒരുപാട് ആൾക്കാരുണ്ടാവും. മനാഫിനെ ചുറ്റിപ്പറ്റി മനാഫിനെ സപ്പോർട്ട് ചെയ്തെന്ന് ഒത്തിരി പേരുണ്ടാവും. അവരെ പല ആൾക്കാരെയും നിങ്ങൾ വേദനിപ്പിക്കുന്നു അല്ലേ? ആ കർണാടകത്തിലെ ഒരു മുങ്ങൽ വിദഗ്ധന് അവരും ഇവരൊക്കെ നാടകം കളിക്കായിരുന്നു, യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് കളിക്കായിരുന്നു എന്നൊക്കെ പറയണത്. സങ്കടം തോന്നുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്റെ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികളുടെ ബുദ്ധി, കുബുദ്ധി എന്നതിന് പറയുള്ളൂ. കാര്യം പറയലോ, കാര്യം കഴിയോളം നാരായണ, കാര്യം കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയില്ലേ? ഇത് അതുപോലെ ആയിപ്പോ. എവിടെ പോയിരുന്നു 72 ദിവസം ഈ അളിയനൊക്കെ? എന്തുകൊണ്ട് മനാഫിനെ വിമർശിച്ചില്ല?
അന്നും അറിയാലോ അളിയന് ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച്. എന്റെ അളിയന് ഇവന് അർജുനനോടൊരു കൂറുമില്ല, ഇവന് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് കളിക്കാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ലടാ എങ്ങായിജ്? എവിടെയാപ്പോ അളിയാ? വല്ലാത്ത അളിയനാ ചളിയാ. എവിടെ പോയിനു? അർജുനെ കിട്ടുന്നതിന് മുമ്പുണ്ടല്ലോ യൂട്യൂബ് ചാനൽ. നിനക്കറിയില്ല, ഞങ്ങൾക്ക് അറിയാത്തുള്ളൂ. ഏയ് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഏത് എനിക്കറിയില്ലായിരുന്നു, നിനക്കറിയാമായിരുന്നല്ലോ. നീ അന്ന് പറയണ്ടേ പത്രക്കാരോട് ഈ മനാഫിനൊരു കൂറുമില്ല, അർജുന് വേണ്ടി ആത്മാർത്ഥതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ അന്ന് പത്രസമ്മേളനം വിളിക്കണ്ടേ? ഇവൻ യൂട്യൂബ് ചാനൽ ഇട്ടുകൊണ്ട് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കളിക്കാണെന്ന് എന്റെ അന്ന് പറയാൻ. നീ അന്ന് എന്ത് എനിക്ക് ബുദ്ധി ഉണ്ടായില്ല? ഇന്ന് നിനക്ക് ആരത് പറഞ്ഞു തന്നത്? ഇന്ന് നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞു. ഇന്ന് നിനക്ക് കറിവേപ്പില പോലെ മനാഫ്. ഏത് മനാഫായാലും ശരി, ഞാൻ ആരായാലും ശരി, ഇവിടെ മനുഷ്യത്വത്തിന് ജാതിയും മതങ്ങളും ഇല്ല. ഒരുപാട് ആൾക്കാര് ജാതി നോക്കാതെ മതം നോക്കാതെ, ഞാൻ പറഞ്ഞല്ലോ എന്റെ ലൈഫില് ഒരു ഹൈന്ദവ സഹോദരന് വേണ്ടി മുസ്ലിം പള്ളിയില് എന്റെ നാട്ടിലെ കൂരാട് മഹലില് ഒരു 1500ഓളം വീടുകളുടെ മഹല, ആ വീട്ടിലെ ഖതീബ് അർജുന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? എന്റെ ഓർമ്മയില് ഒരു ഹൈന്ദവ സഹോദരന് വേണ്ടി ഇത്രത്തോളം പ്രാർത്ഥിച്ച ഒരു സംഭവത്തിന് മുമ്പുണ്ടായിട്ടില്ല. അത് ഇവിടെ നിന്നല്ല, എല്ലായിടത്തും, കേരളത്തിൽ എല്ലായിടത്തും, മലയാളികളിൽ എല്ലായിടത്തും, ക്രൈസ്തവ ദേവാലയങ്ങളില് അർജുന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഹൈന്ദവ ദേവാലയങ്ങളില് അർജുന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജീവനോടെയാ അല്ലെങ്കിൽ അതിന്റെ ശരീരാവശിഷ്ടങ്ങൾ കിട്ടുന്ന രീതിയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് നമ്മൾ കണ്ടത്. അവസാനം ഏതിന്റെയും പിന്നിലൊരാളുണ്ടാവുമല്ലോ. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി തന്നെ നമ്മൾ ഗാന്ധിജിയാണ്. ഗാന്ധിജി മാത്രമാണോ സ്വാതന്ത്ര്യമായി തന്നെ? ഗാന്ധിജിയുടെ ഒപ്പം ആരും ഉണ്ടായിരുന്നില്ലേ? പേരൊരാൾക്കേ കിട്ടുള്ളൂന്നേ. ആ ടീം വർക്കിലെ ലീഡറിന് മാത്രമേ പേര് കിട്ടുള്ളൂന്ന്. ഗാന്ധിജി മാത്രമാണോ സ്വാതന്ത്ര്യം വാങ്ങി തന്നത്? ഗാന്ധിജി ഒറ്റക്കാണോ? അല്ല, ഗാന്ധിജിന്റെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മള് പറയാറില്ല. ആരാ പറയാറുള്ളത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി തന്ന ആരാ? മഹാത്മാഗാന്ധിജി. മഹാത്മാഗാന്ധിജി മാത്രമാണോ? അല്ല. അതുപോലെ മനാഫിന് അർജുന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ആരാ? മനാഫ് മാത്രമാണോ? അല്ല. മനാഫാണോ അതിന് തെരഞ്ഞെടുത്തത്? അല്ല. ആ ഭൗതിക ശരീരം ഉയർത്തിയത് മനാഫാണോ? അല്ല. മനാഫ് അതിന് നേതൃത്വം നൽകി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനാഫ് ആ നേതൃത്വത്തിന് വേണ്ടി ഓടിച്ചാടി നടന്ന് കയറേണ്ട ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി. പക്ഷെ അതിന്റെ പിന്നില് ആ അർജുന്റെ ബോഡി കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം രാപ്പകലില്ലാതെ വർക്ക് ചെയ്തൊരു ടീമുണ്ട്. അവരൊക്കെ നമ്മൾ ഓർക്കണം. പക്ഷെ ആ ടീമിനൊക്കെ ക്രോഡീകരിച്ച് ഞങ്ങൾക്ക് വയ്യ, നിങ്ങൾ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ അവര് വിടാതെ പിടികൂടി ആ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം അത് മനാഫും അതുപോലെ അർജുന്റെ കുടുംബമാണ്. നമ്മൾ ആ അർജുന്റെ കുടുംബത്തെ തള്ളി പറയണ്ട. പക്ഷെ വിവരക്കേട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ മറ്റോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് ചിലപ്പം രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ പിന്നിലുണ്ടാവുമായിരിക്കും. ചില ആൾക്കാർക്കൊക്കെ ഈ എന്താ പറയാ വിഷം കയറ്റാന്ന് പറയാലോ, ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും എന്താ പറയാ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ. അതിൽപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും, പറയാനൊന്നും പറ്റില്ല. കാരണം മനാഫ് പറഞ്ഞ മുസ്ലിം നാമധാരിയല്ലേ. ആ മുസ്ലിം നാമധാരിയുടെ പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സഹിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ എന്താ അറിയോ, അതങ്ങനെയാണ്. ഇപ്പം 2-3 ആൾക്കാരാണ്, 2-3 ഘട്ടാണ്. ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ യുദ്ധത്തിന് പോരാൻ പറയുമ്പോ ഇവര് വരൂല. ഇസ്ലാമിക ഒരു കഥ പറയുന്നുണ്ട്. ഒരു യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിന് വിളിക്കുമ്പോ ഇവരാരും പോരൂല. അതെന്താ വെച്ച് കഴിഞ്ഞാല്, യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാലോ എന്ന് കരുതിയിട്ട് ഇവര് പോരൂല. എന്നാൽ ആ യുദ്ധം ജയിച്ചു വരുമ്പോണ്ടല്ലോ ഇവര് ഈ പോരാത്ത ആൾക്കാരൊപ്പം കൂടിയങ്ങാണ്ട് ഇംഗ്ലാബ് വിളിക്കും ചെയ്യും. അതെന്താ പറയുക, ഞങ്ങളും അതിലുണ്ടായിരുന്നു. പക്ഷെ ഇവരെന്താണ്, മടിയന്മാരായ ആൾക്കാര്, അതിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പൊ ഇവര്. അതായത് കഠിനാധ്വാനത്തിനും ഹാർഡ് വർക്കിനൊന്നും ഇവരാരും പോവില്ല. അതിന് മനാഫിനെ പോലെ കുറച്ച് ആൾക്കാരും. ആ ഒരു
പ്രവർത്തനം വിജയിച്ചു വന്നപ്പം ഏറ്റുപാടാൻ കുറച്ച് ആൾക്കാരും തള്ളിപ്പറയാൻ കുറച്ച് ആൾക്കാരും അതിന് കുറച്ച് ആൾക്കാർ നല്ലതുപോലെ ഉണ്ട്. ഇതൊന്നും ശരിയായ ഒരു രീതിയേ അല്ല. ഇതൊക്കെ നമ്മൾ മാറ്റിയേ പറ്റൂ. ഇനി എവിടുക്കാ നമ്മൾ മാറാൻ പോകുന്നത്? ഏത് കാലത്താ മാറുക? മലയാളികൾ എന്നാ നന്നാവാൻ പോണത്? ഏതേലും കാലത്ത് നന്നാവോ? ഇനിയിപ്പോ നാളെ ഒരു സഹോദരൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുക, അല്ലെങ്കിൽ മരിച്ചു കിടക്കുക, ഇതായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. വയനാട്ടിൽ ഇനി 200ഓളം ആൾക്കാർ കിട്ടാനുണ്ട്. നിങ്ങള് മറ്റൊരു മനാഫാകാൻ കഴിയുമെങ്കിൽ, മനാഫ് ചെയ്തത് നിങ്ങൾക്ക് മോശമായിട്ട് നിങ്ങൾ കണ്ടോ, മറ്റൊരു മനാഫാകാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ പോയി തരേ. ഏകദേശം 200ന്റെ മേലെ ആളെ കിട്ടാനുണ്ട്. എവിടെ? മേപ്പാടി ദുരന്തത്തില്, ചൂരൽമല ഭാഗത്ത്. നിങ്ങൾക്ക് എടുക്കാൻ കഴിയോ? കണ്ടെത്താൻ കഴിയോ? അതിനുള്ള ധൈര്യം ഉണ്ടോ? അതൊന്നും നിങ്ങൾക്ക് ഇനി കഴിയില്ല. അതായത് ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ അതിമങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം, ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു രീതി മാറ്റം വരുത്തുക. എന്നിട്ട് മനുഷ്യനെ മനുഷ്യനായി കാണുക. അതിനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം. മനാഫിനെ പോലെ 100 മനാഫുകൾ ഇനിയും വരും. മനാഫിനുള്ള ഓരോ ആൾക്കാരുടെ അംഗീകാരമാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലില് ആ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കൂടി വരുന്നത്. ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലുമാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. 13 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടതാ. നമുക്കറിയാം, എനിക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടാൻ എത്ര സമയം എടുക്കും, എന്തെല്ലാം ചെയ്യലുണ്ട് ഞങ്ങളൊക്കെ. ഇങ്ങോട്ട് ഞങ്ങൾക്കൊക്കെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്ന് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ കാരണം മനാഫിന്റെ ശത്രുക്കളാണ്, ശത്രുപരമായിട്ടുള്ള സംസാരമാണ്. അതിന് അളിയന് നല്ലൊരു താങ്ക്സ് എന്റെ വകണ്ട്. വിമർശകനാണ് വളർത്തുക. ഇപ്പോ മുമ്പ് നമ്മളെ സന്തോഷ് പണ്ഡിത് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, നമുക്ക് വളരണമെങ്കിൽ സുഹൃത്തുക്കൾ വേണം, അത്യുന്നതങ്ങളിൽ എത്തണമെങ്കിൽ ശത്രുക്കൾ വേണമെന്നാണ് പറഞ്ഞത്. മനസ്സിലാവണ്ടോ? നമുക്ക് വളരണമെങ്കിൽ സുഹൃത്തുക്കൾ വേണം, അത്യുന്നതങ്ങളിൽ നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ശത്രുക്കൾ നിർബന്ധമാണ്. അതിപ്പോ അതാണ് സംഭവിച്ചവിടെ. എന്താണ് സംഭവിച്ചത് പറഞ്ഞ മനസ്സിലാണ്ടോ? ഇവിടെ സംഭവിച്ച അതാണ്. നമ്മുടെ മനാഫ് വളരെയായിരുന്നു ഒരുപാട് സുഹൃത്തുക്കളിലൂടെ. അതിന്റെ ഇടക്കാണ് ശത്രു വന്നത്. ശത്രുവായിട്ട് ആരാ വന്നത്? അളിയനായിട്ട് വന്നു. അർജുന്റെ അളിയന് ശത്രുവായിട്ട് വന്നു. ആ ശത്രുവിലൂടെയാണ് ഇന്ന് മനാഫിന്റെ യൂട്യൂബ് ചാനൽ വളരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതാ പറഞ്ഞ അത്യുന്നതങ്ങളിൽ എത്താൻ ശത്രുക്കൾ വേണമെന്ന് പറയുന്നത്. ആ അത്യുന്നതങ്ങളിലേക്കാണ് മനാഫ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. മനാഫ് അത്യുന്നതങ്ങളിലേക്ക് കുതിക്കുകയാണ്. അത് തടയിടാൻ ശത്രുവായ നിന്നെക്കൊണ്ട് കഴിയില്ല. കാരണം അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് മനാഫിന്റെ ഒരുപാട് സുഹൃത്തുക്കളാണ്. ആ മനാഫിന്റെ സുഹൃത്തുക്കളാണ് ശത്രുവിലൂടെ മനാഫിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഓരോ സബ്സ്ക്രൈബേഴ്സും അർജുന്റെ അളിയന്റെ മുഖത്തുള്ള അടിയാണ്, മുഖത്തേക്കുള്ള അടി. നിനക്ക് ഇനി ഇതിലും വലിയ അടിയൊന്നും നിന്റെ ജന്മത്തിൽ കിട്ടൂല. ഇപ്പൊ നീ ഇങ്ങനെ കരുതുണ്ടാവും, ആ യൂട്യൂബ് ചാനലിന്റെ പേര് പറയണ്ടില്ലായിരുന്നു അല്ലേ? പിന്നെ അളിയ നിനക്ക് പയച്ചു, നീ തന്നെ നിന്റെ വായ കൊണ്ട് പറഞ്ഞു, പിന്നെ ഒരു രക്ഷയില്ലല്ലോ. പിന്നെ അത് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നത് ഓരോ ചാനലുകാരും പറയല്ലേ, ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ഞാൻ എന്റെ അടുക്ക് നമ്മളെ മനാഫുട്ടി വന്നിട്ട് ഒരു ലൈവൊക്കെ ഇടുകയാണെങ്കിൽ വീണ്ടും കയറും, ആ ആൾക്കാരൊക്കെ ഷെയർ ചെയ്യും. മനാഫിനോട് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് ചാനലിലൂടെ വരുമാനം കിട്ടുകയാണെങ്കിൽ ആ കിട്ടുന്നത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ ഇങ്ങനെ അറിയിക്കുക, നല്ലത് ചെയ്തു കൊടുക്കുക, സേവന പരമ്പര തുടരട്ടെ. നിങ്ങൾ ചെയ്യുന്ന ആളാണെന്നുള്ളത് അറിയാം, എങ്കിലും അത് തുടരട്ടെ. പറ്റുമെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് സുബീർ ബാബു ഇവിടെ വരുന്നുണ്ട്, ജസ്റ്റ് കാണാൻ, അല്ല ഒന്നുമില്ല കേട്ടോ. കാരണം നന്മ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഫിറോസ് കുന്മർമലിനൊക്കെ ഇതുപോലെ വിസർജിച്ച് ഇല്ലാതാക്കിയതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമുള്ള ആളാണ്. കാരണം നല്ലൊരു മനുഷ്യനാണ് ഫിറോസ് കുന്മർമല്. നമ്മൾക്കൊക്കെ ഒരു വഴികാട്ടിയാണ്. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് രംഗത്ത് ചാരിറ്റി പ്രവർത്തനം എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്ന നല്ലൊരു മഹൽ വ്യക്തിത്വം തന്നെയായിരുന്നു നമ്മുടെ ഫിറോസ് കുന്നമൽ. ഇന്ന് അദ്ദേഹത്തിന്
എന്താ പറയാ, അദ്ദേഹത്തിനൊക്കെ മനസ്സ് മടുത്തുപോയി. അദ്ദേഹത്തിനോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയാം മടുത്തുപോയി. കാരണം നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് നമ്മളെ വിമർശിക്കാനേ ഒഴിവുള്ളൂ, നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ഒഴിവില്ല. അതിന്ന് പൈസ കെട്ടു, മറ്റേന്ന് പൈസ കെട്ടു. പിന്നെ ബഗാല കൂട്ടായ്മയാണ് ഫിറോസിന്റെ വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ആൾക്കാർ പറയുന്നത് അവന് ചാരിറ്റിന്ന് കട്ടെടുത്ത് കമ്മീഷൻ വാങ്ങിയിട്ടാണെന്നൊക്കെ. അങ്ങനെയൊക്കെ ആൾക്കാർ പറയാം. എന്താ ചെയ്യുന്നത്? ബഗാല കൂട്ടായ്മ പറഞ്ഞു ഞങ്ങളാണ് വീട് വെച്ച് കൊടുക്കുന്നത്, പിന്നെ ഇന്നോവ വാങ്ങിക്കൊടുത്തത് ഞാനാണെന്നൊക്കെ ഉടമ വരെ ഒന്ന് പറഞ്ഞാലും ഇത് ഞാൻ പറയാം. സുബിറോപ്പന്റെ ഹൃദയം ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ കീറിട്ട് കാണിച്ചു തരാം. അത് നീ ഹൃദയം എന്നല്ലേ കാണിക്കുക, അത് നിന്റെ ഇറച്ചിയാണെന്ന് പറയുന്നത് പോലെയാണ് ആൾക്കാർ. അപ്പൊ എന്തായാലും ഈ വിമർശകര് വിമർശിച്ചിട്ടായിരിക്കും ജോ ഭോക്താ ഹെ കുത്ത കാട്ടാ നെഹി കാട്ടാ ഹെ കുത്ത ഭോക്താ ഹിന്നി. അത് കുരക്കുന്ന ആ പട്ടികൾ അങ്ങനെ കുരച്ചിട്ടായിരിക്കും. കടിക്കുന്ന പട്ടിയാണെങ്കിൽ അത് കടിക്കും ചെയ്യും, അത് കുരക്കൂല. അപ്പം മനാഫിനോടും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരോടാണ് സുബൈറോപ്പന് ചെറിയൊരു അനിയൻ എന്നുള്ള ഒരു റിക്വസ്റ്റ് പറയാണ്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. മുമ്പ് സീനായിക്കരപ്പടി ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് സീനോട് ചോദിച്ചു, എന്താ സീന നിങ്ങൾ എന്താ വീഡിയോ ചെയ്യാതെ, വീഡിയോ നിർത്തിയോ എന്ന് ചോദിച്ചാണ്. അപ്പോൾ സീന എന്നോട് പറഞ്ഞു, അപ്പോ മടുത്തു, ആൾക്കാർ ചീത്ത പറയാനായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കോള് വരുന്നുണ്ട്. ഞാൻ തൃശ്ശൂർ ഒരു അന്നമനടയിൽ ഒരു വീഡിയോ ചെയ്യണ്ടായിരുന്നു ഞങ്ങൾക്ക്, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പോവായിരുന്നു നമ്മളെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചാരിറ്റി ചെയ്യാത്തതെന്ന്. അപ്പോൾ പറഞ്ഞു മടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിർത്തരുത്. കാരണം ഈ വിമർശകർ ആരും ഇവരിലേക്ക് ഒരു രൂപ പോലും ഇടില്ല. നിങ്ങൾ ഒരിക്കലും ചാരിറ്റി പ്രവർത്തനം നിർത്തരുത് എന്ന് ഞാൻ വളരെ താഴ്മയോടെ ഞാൻ പറഞ്ഞു. ഇപ്പം എന്തായാലും 1-2 വീഡിയോസ് കണ്ടു അവരുടെ. കാരണം സീനനെ പോലെയുള്ള ആൾക്കാർ ആണായാലും പെണ്ണായാലും ശരി, നമ്മൾ നന്മ ചെയ്യാൻ കുറച്ച് ആൾക്കാരെ മാത്രമേ ദൈവം നിയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ അത് വാങ്ങാനുള്ള ആൾക്കാരും. മനസ്സിലാവുണ്ടോ? അത് നന്മ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് കൊടുക്കുന്ന ആൾക്കാർ ദൈവത്തിന്റെ പുണ്യം നേടിയ ആൾക്കാരാണ്. അല്ലാത്തവർക്ക് അത് ചെയ്യാൻ സമയം കിട്ടൂല. മനസ്സിലാവുണ്ടോ? ഒരാളെ നന്മ ചെയ്യണം, ഒരാളെ സഹായിക്കണം എന്നൊരു ചിന്ത നമുക്ക് വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും മുജ്ജന്മത്തിൽ എന്തെങ്കിലും സുഹൃതം ചെയ്തവരായിരിക്കണം. അല്ലാത്തവർക്ക് അത് ചെയ്യാൻ കഴിയില്ല. അല്ലാത്തവർക്ക് അതിന് സമയം ചെലവാക്കാൻ ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് സമ്പത്ത് ചെലവാക്കാനും ഉണ്ടാവില്ല. ഈ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരൊന്നും അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫാമിലിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരൊക്കെ വട്ടപൂജ്യമായിരിക്കും. എന്നാലും അവർ മറ്റുള്ളവരുടെ കുടുംബത്തിൽ, മറ്റുള്ളവരുടെ പ്രയാസത്തിനു വേണ്ടി ഓടിച്ചാടി നടക്കുന്നവരായിരിക്കും. അങ്ങനെ ഓടിച്ചാടി നടക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എന്തായാലും ഇതുവരെ എന്റെ ലൈവ് വീഡിയോ കണ്ട എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.